കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ, പ്രണാമം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ, പ്രണാമം മാതാജി. അപ്പൊ നാമം ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് നാമജപം മാതാജി തന്നെയല്ലേ ചൊല്ലണത്? ആരെങ്കിലും മാതാജി ചൊല്ലാതെ, മാതാജി ചൊല്ലണ നിങ്ങൾ ആരും ചൊല്ലാണ്ടാവുമ്പോൾ മാതാജി ചൊല്ലണത്. ഞാൻ കേറിയപ്പോ ആരും ചൊല്ലുന്നില്ല. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാരും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ആരെങ്കിലും ഒരാളെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആൾ ചെയ്യരുത്. നമ്മൾ ആ സമയത്ത് നമ്മൾ നാമം ജപിക്കുകയും വേണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒരാൾ നാമം ജപിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ ഒന്നും ബിസി ആവുന്നുണ്ട്. നമ്മൾ ഒരു 5 മിനിറ്റ് ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ നാമം ജപിക്കും. പക്ഷെ എന്താണ് ജപിച്ചു, പക്ഷെ മ്യൂട്ടാക്കിയിട്ടായിരുന്നു ജപിച്ചിരുന്നത്. അതാണ് പറഞ്ഞു, മ്യൂട്ടായിട്ട് ജപിച്ചിരിക്കുക. പക്ഷെ ആരെങ്കിലും നാമം ജപം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നാമം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഒരാള് നാമജപം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മ്യൂട്ടായിട്ട് ജപിക്കുക. അല്ലെങ്കിൽ ആരും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നാമം ജപിക്കുക. ഹരേ കൃഷ്ണ. കേട്ടോ, കാരണം നമ്മൾ അതിന്റെ ഒരു 5 മിനിറ്റ് നേരം നാമം ജപം തുടങ്ങിയിട്ടോ ക്ലാസ് തുടങ്ങാൻ പാടുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ആരെങ്കിലും ഒരാളെങ്കിലും നാമം ജപിക്കുക. ബാക്കി എല്ലാവരും ഒന്നിച്ച് മ്യൂട്ടായിട്ട് ഇരുന്നിട്ട് നാമം ജപിക്കും. ഇപ്പൊ ആരും ഇല്ലാത്തപ്പോഴാണ് പിന്നെ ജോലി മാതാജി സ്റ്റാർട്ട് ചെയ്തത്. ഹരേ കൃഷ്ണ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി നിവർത്തി എന്നുള്ളൊരു ഇതുണ്ട്. ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ നിവർത്തി പദത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ നിവർത്തിപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തിപദമാണ്. ലൗകികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രവൃത്തിപദമാണ്. പാർഷ്യലി നമ്മൾ പ്രവൃത്തിപദത്തിൽ നിന്നുകൊണ്ട് നിവർത്തിപദത്തിലേക്ക് കടക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ബാരിയർ നമുക്ക് നിൽക്കും. അത് മാറ്റുന്നതിന് വേണ്ടിയാണ് നാമജപത്തിന് മസ്റ്റ്. നമുക്കറിയാം, ശ്രവണം നമുക്ക് 2 ചെവിയാ തന്നിട്ടുള്ളത് അല്ലേ? ഒന്നുകൊണ്ടല്ല, 2 കൂടെ കേൾക്കണം. അതാണ് ആ ശ്രവണത്തിനും അതിന് നാവ് ഒക്കെ നമുക്ക് അത് തന്നിട്ടുള്ളത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. പ്രത്യേകിച്ച് ഒരു 5 മിനിറ്റെങ്കിലും നമ്മളെ ബേസിക് ആണ്. ഇതില്ലാണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് മറ്റുള്ളൊരു നാമം ജപിക്കുമ്പോൾ ആരാ ജപിക്കുന്നെങ്കിൽ 5 മിനിറ്റ് ക്ലാസ്സിന് മുന്നേ നമ്മൾ നാമം ജപിച്ചിരിക്കണം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി. യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിനീതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം തഥാ ദിശഭാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം. ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദേവം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാനിം താം സാഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധിഭ്യേവ ച പതിനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ കൃഷ്ണ
കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭാതിക്ക് ജയ ഗുരുദേവ് ജനതകോടി വൈഷ്ണവ ഭക്തർക്ക് ജയ. ഹരേ കൃഷ്ണ. നമുക്കപ്പം ഇന്നലെ എത്രാമത്തെ ശ്ലോകം വരെ നമ്മൾ എടുത്തത് ഓർമ്മയുണ്ടോ? 35 വരെ അല്ലേ? ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഈ അധ്യായം ഞാൻ കുറച്ച് സ്പീഡിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഭഗവാന് വർണ്ണനകൾ മാത്രമേ ഉള്ളൂ, ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ടാണ് അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല. ശ്ലോകത്തിൽ തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ അതാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ പോണതും. ഹരേ കൃഷ്ണ. ഇപ്പൊ 35-ാമത്തെ ശ്ലോകം പറയുന്നത് സഞ്ജയന് ഉപയോഗിച്ച് പറഞ്ഞല്ല, നമ്മള് പറഞ്ഞില്ലേ? സഞ്ജയ് പറഞ്ഞു. 36-ാമത്തെ അർജുന വാച. ഓ നമോ ഭഗവതേ വാസുദേവായ. മുപ്പത്താറാമത്തെ ശ്ലോകം. അർജുന ഉവാച സ്ഥാനേ ഋഷികേശ തവ പ്രകൃത്യേ ജഗത് പ്രേഷ്യാദ് തനുരഞ്ജതേ ച രക്ഷാസി ഭീതാനി ദിശോ ദ്രവന്തി സർവ നമസ്തന്തി ച സിദ്ധസംഗ. അർജുനൻ പറഞ്ഞു, ഋഷികേശ, ഇന്ദ്രിയങ്ങളുടെ നാഥ, അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതരായിത്തീരുന്നു. അങ്ങയെ അങ്ങയിൽ അനുരക്തനാകുന്നു. സിദ്ധി നേടിയവർ അങ്ങയെ പ്രണമിക്കുന്നെങ്കിലും അസുരഗണങ്ങൾ ഭയപ്പെട്ട് അങ്ങും ഇങ്ങും പാകിയാണ്. ഇത് ഉചിതം തന്നെ. അപ്പൊ എന്താണ് ശരിക്കും ഭഗവാന്റെ ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, അല്ലെ, തിരുനാമ കീർത്തനം കേട്ട് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും ആനന്ദഭരിതരാകുന്ന പറയുന്നത്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്ദ്രിയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ കാത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കണ്ണൊക്കെ അടച്ചോ, പക്ഷെ എന്താണ്, കാത് എപ്പോഴും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കാതിന്റെ പ്രത്യേകത എന്താണ്, അത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാലും നമ്മൾ എണീക്കും, അല്ലെ? അപ്പൊ അതാണ് കാതിന്റെ പ്രത്യേകത. അപ്പൊ എന്താണ് കാതിന്റെ ശ്രവണത്തിന്, അത് എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയ നാമം കേൾക്കുമ്പോൾ നമുക്ക് ഉണർവ് ഉണ്ടാവും. അത് കാത് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ ചുറ്റുപാട് നടക്കുന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്, ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതാണ് കീർത്തനത്തിന് അതേപോലെ തന്നെ ശ്രവണത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇങ്ങനെ രണ്ടു കൂട്ടരിലും വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കിയെന്ന് കൃഷ്ണനെ അർജുനൻ വാഴ്ത്തുകയാണ്. കൃഷ്ണൻ അർജുന വാഴ്ത്തിയാണ്. കാരണം എന്ന് വെച്ചാൽ രണ്ടു കൂട്ടർക്കും രണ്ട് രീതിയാണ് ഉണ്ടാവാന്ന് പറഞ്ഞു. അതായത് നിരീശ്വരവാദികൾക്കാണെങ്കിൽ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒട്ടും പറ്റില്ല. പക്ഷെ എന്താണ്, ഈശ്വര വിശ്വാസികൾക്ക് അത് കേൾക്കുമ്പോൾ ആനന്ദം കിട്ടും. രണ്ടു പേർക്ക്. അതാണ് ഒരു കാര്യം തന്നെ രണ്ടു തരം വ്യക്തികൾക്ക് കിട്ടുന്ന അനുഭവമാണ് ഇതിൽ പറഞ്ഞത്. അതാണ് ചില വ്യക്തികൾക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ നമുക്കറിയാം, ഭക്തി ചിലർക്ക് ഇഷ്ടപ്പെടാത്തവർ അതിന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര വിഷമം ഫീൽ ചെയ്യുന്നത് കാണാം. ഇതാണ് കാരണം, ഇതിന്റെ രസം അനുഭവിച്ചിട്ടില്ല അവര്. അതിന് ഭഗവാൻ അത് പറയണ്ട, അവരെ ഞാൻ അങ്ങനത്തെ വ്യക്തികളെ വീണ്ടും അസുരത്തിൽ നിന്ന് ആസുര ഗുണങ്ങളിലേക്ക് വീണ്ടും അസുര യോനികളിൽ നിന്ന് ആസുര യോനികൾക്ക് താഴ്ത്തുന്നൊക്കെ പറഞ്ഞത് അത് കാരണം. അതാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. നമുക്ക് കിട്ടിയ പറയില്ല, ജന്മജന്മാന്തരങ്ങളായിട്ട് കിട്ടിയിട്ടുള്ള ഭാഗ്യം നമ്മൾ കളയരുതെന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പതുക്കെ നമ്മൾ ഉയർത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മളെ ശ്രവണം വളരെ ഇമ്പോർട്ടന്റ്, ശ്രവിക്കണം. പ്രവർത്തനം ഏത് വിധേയയിലായാലും ഒരു ഭക്തൻ എപ്പോഴും ഭഗവാനെ സ്തുതിക്കുന്നു. കാരണം പരമപുരുഷൻ ചെയ്യുന്നതെല്ലാം ഏവർക്കും ഗുണകരമായിരിക്കുന്ന അയാൾക്കറിയാം. കാരണം എന്താണ്, ഒരു ഭക്തനെ സംബന്ധിച്ച് എല്ലാവർക്കും സന്തോഷം വേണമെന്നുള്ള ചിന്താഗതി ആയിരിക്കും ഭക്തന്മാർക്ക് ഉണ്ടാവുക, അല്ലെ? അപ്പൊ ഭഗവാനെ സ്തുതിക്കുമ്പോൾ എല്ലാവർക്കും അത് ഗുണകരമായിട്ടുള്ള കാര്യമായിരിക്കുന്ന അർജുനനും പറയുന്നത് എല്ലാവർക്കും ആനന്ദം കിട്ടണം. ഭഗവാനെ വർണ്ണിക്കുകയാണ്. അപ്പൊ അർജുനൻ ഭഗവാനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. പക്ഷെ അത് വാഴ്ത്തുന്നതോടുകൂടി, കീർത്തിക്കുന്നതോടുകൂടി അങ്ങോട്ട് തിരുനാമ കീർത്തനത്താൽ ലോകമെമ്പാടും ആരൊക്കെ ഭഗവാനെ വാഴ്ത്തുന്നത്
ആ ലോകം മുഴുവനും സന്തോഷത്തും കിട്ടുന്ന പറഞ്ഞു. നമുക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ. അതാണ് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീർത്തനം ചൊല്ലുമ്പോൾ കുറച്ച് ശബ്ദത്തിൽ കയറും. നമ്മുടെ ചുറ്റുപാട് നമ്മൾ അറിയുന്നതായ ജീവജാലങ്ങൾ ഉണ്ടല്ലേ, അവർക്കും നമ്മൾ ചെയ്യുന്ന വലിയൊരു എന്താ പറയാ, വലിയൊരു പുണ്യ കർമ്മങ്ങളാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അതാണ് തിരുനാമത്തിന്, പ്രത്യേകിച്ച് കീർത്തനത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത ശ്ലോകം, കസ്മാജാതേന നമേരഹത്മാത്മാൻ ഗരീയസ്യ ബ്രഹ്മണോ അബാധി ഗർവത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സത്സത്പരം യദ്. ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ പുരുഷോത്തമ, അങ്ങാണല്ലോ ആദിമനായ ശ്രേഷ്ഠാവ്. എങ്കിലും എന്തുകൊണ്ട് അവർ ഭക്തി ആദരവും അങ്ങയെ പ്രണമിക്കുന്നില്ല? അതിരില്ലാത്തവനും പ്രപഞ്ചത്തിന് ആശ്രയവുമായ ദേവാദിദേവ, അക്ഷയവും കാരണങ്ങൾക്ക് കാരണവുമായ ഈ ഭൗതിക പ്രകൃതി ഉപരിയുമാണ് അങ്ങേ. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രഹ്മാവാണ് ഏറ്റവും, അല്ലെ, ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠനാണ് ഭഗവാൻ. പക്ഷെ എന്താണ്, എല്ലാവരും ഭഗവാനെ ആരാധിക്കുന്നില്ല. അതിരില്ലാത്തവൻ പ്രപഞ്ചത്തിന്റെ ആശയനുമായിട്ടൊന്ന് അറിഞ്ഞിട്ടടക്കം ചിലര് പ്രാർത്ഥിക്കുന്നില്ല. അതെന്താണ് കാരണം എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ആ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ആരാധ്യനാണെന്ന് കൃഷ്ണൻ എല്ലാവരായാലും ആരാധന, ഭഗവാന്റെ പൊസിഷൻ പറഞ്ഞു. എല്ലാവരും ആരാധിക്കുന്നതാണ് ഭഗവാൻ, അല്ലെ, മഹാത്മാ, ഭഗവാന്റെ മഹാമനസ്കതയും അപാരതയും. മഹാത്മാ, അനന്തൻ, ഭഗവാന്റെ സ്വാധീനതയും ചൈതന്യത്തെയും കീഴ്പ്പെടുത്തുന്നതായി ഒന്നും തന്നെയില്ല. ദേവേശൻ, സർവ്വദേവന്മാരുടെ അധിപതിയും നിയന്താവുമാണ് കൃഷ്ണൻ. അക്ഷരം, ഭൗതിക സർഗം നശിച്ചു പോയാണെങ്കിലും ഭഗവാൻ നശ്വരതയ്ക്ക് അതീതനാണ്. അപ്പൊ നാല് കാര്യമാണ്. ഒന്ന് മഹാത്മാ, അല്ലെ, ഭഗവാന്റെ പവറിനെ പറ്റി പറയുന്നു. മഹാത്മാ, മഹാമനസ്കതയും മഹാഭാരതയും. പിന്നെ അനന്തൻ, എല്ലാത്തിന്റെയും ചൈതന്യം കീഴ്പ്പെടുത്താൻ, ഭഗവാനെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. പിന്നെ എന്താണ്, ദേവേശൻ, എല്ലാ ദേവന്മാരുടെയും ദേവൻ. പിന്നെ അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, അല്ലെ. അപ്പൊ അതിന് ക്ഷരം എന്ന് പറയും. അക്ഷരം എന്ന് പറയുമ്പോൾ നശിക്കാത്തത്. അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും ഭഗവാനെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി. 38 തോമാദിദേവ പുരുഷ പുരാണ സത്മസ്യ വിശ്വപരം നിദാനം വേദാസ്യ വേദം ച പരം ച ധാമ ത്വയം തദം വിശ്വമനന്തരൂപ. ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരനും അങ്ങ് തന്നെ. അറിയേണ്ടതും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യപ്രപഞ്ചവും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. വീണ്ടും പറയാണ്, ഭഗവാനെ പറ്റി അർജുന വർണ്ണിക്കുന്നത് തന്നെയാണ്. കാരണം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാണ്. രണ്ടും ഭഗവാൻ തന്നെയാണ് അങ്ങ്. പിന്നെ എന്താണ്, ത്രിഗുണങ്ങൾക്ക് അതീതമായ അഭയസ്ഥാനം. ത്രിഗുണങ്ങൾ എവിടെയാണ്? ഭൗതിക പ്രകൃതിയാണ്, അല്ലെ. അപ്പൊ ഭൗതിക പ്രകൃതിക്ക് അപ്പുറം എന്താണ്? ഭഗവാന്റെ സ്ഥാനം. അതാണ് ത്രിഗുണങ്ങൾക്ക് അതീതമായ അഭയസ്ഥാനം അങ്ങ് എന്ന് പറയുന്നത്. അനന്തരൂപ, ഒരു രൂപമല്ല. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഭഗവാന്റെ അനന്ത രൂപങ്ങളാണ്. അതാണ് അനന്തരൂപ. ഈ ദൃശ്യപ്രജമ്പിലെങ്ങും അങ്ങ് നിറഞ്ഞു. കൂടാതെ അനന്തരൂപമാണ്, ഈ ലോകത്ത് മുഴുവനും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ രൂപത്തെ പറ്റി വർണ്ണിക്കണം. ഭഗവാൻ എന്താണെന്ന് പറഞ്ഞു തരാണ് അർജുനൻ നമുക്ക്. നമ്മൾ വിചാരിക്കണം പോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പക്ഷെ അനന്തരൂപനാണ്, ഭഗവാനാണ് അറിയേണ്ടത്. ഭഗവാൻ അറിയുന്നവനും ഭഗവാനാണ്. ഭഗവാനെ പറ്റി ഭഗവാനല്ലാതെ വേറെ ഒരാൾക്കും അറിയാൻ കഴിയില്ല. അതാണ് നമ്മൾ പറയുന്നത്. നിദാനം എന്നതുകൊണ്ട് സർവ്വ ആവിഷ്കാരങ്ങളും ബ്രഹ്മജ്യോതിഷത്ത് പോലും കൃഷ്ണനിൽ വിശ്രമിക്കുമെന്ന് സ്പഷ്ടം. അതായത് ബ്രഹ്മജ്യോതി, അല്ലെ, നമുക്കറിയാം ഭഗവാന്റെ പ്രകാശം, അല്ലെ. ആ പ്രകാശം എന്ന് പറഞ്ഞ അതും ഭഗവാനിൽ തന്നെയാണ് വിശ്രമിക്കുന്നത്. എല്ലാ ആവിഷ്കാരങ്ങളും ഭഗവാനിൽ തന്നെയാണ് വിശ്രമിക്കുന്നത് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എന്തും ഭഗവാൻ അറിയാം. അറിവിന് ഒരു അതിരുണ്ടെങ്കിൽ അത് ഭഗവാനാണ്. അതുകൊണ്ട് വേദനും വേദാവും അദ്ദേഹം തന്നെയാണ്. അപ്പൊ അറിവിന്റെ അതിര് എന്ന് പറഞ്ഞത് ഭഗവാനാണ്. പിന്നെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതും നടക്കാത്തതൊക്കെ ഭഗവാൻ. അപ്പൊ ഭഗവാനിൽ നിന്നാണ് എല്ലാം വരുന്നത്. ഭഗവാൻ അല്ലാതെ അറിയാം. 39 ശ്ലോകം, നമേ പുരസ്താദ പുഷ്ടത്തസ്തേ നമോസ്തു തേ സർവത്ര ഏവ സർവ അനന്തവീരമിത വിക്രമസ്തം സർവം സാപ്നോഷി തദോസി സർവേ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ ഭാഗത്തും ഞാൻ അങ്ങയെ പ്രണമിക്കട്ടെ. അതിരറ്റ സത്യമാനെ, അങ്ങ് നിസീമമായ ശക്തിയുടെ ഉടമയാണ്. സർവ്വവ്യാപിയായ അങ്ങ് എല്ലാമാണ്. വീണ്ടും ഭഗവാൻ പറ്റി പറയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 39 അത് 40 പ്രഭുജി വായിച്ചത്.
ഓഹോ, 39 വായിക്കണ്ടേ? 39 വായിക്കണം അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു മാതാജി. 39ാമത്തെ ശ്ലോകം. വായുര്യമോഗ്നിർവരുണ ശശാങ്ക പ്രജാപതിസ്തം പ്രതിപത്തമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ചയ്യ ഭൂയാവി നമോ നമസ്തേ. വായുവും പരമനിയന്താവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രതിപത്മഹനും അങ്ങ് തന്നെ 1000 തവണയും അതിലേറിയ പ്രണാമങ്ങൾ ഞാൻ അങ്ങേക്ക് അർപ്പിച്ചു കൊള്ളുന്നു. അപ്പൊ നമ്മള് ഇവിടെ സിമ്പിളായിട്ട് നാം പറഞ്ഞിട്ടുണ്ട്, എല്ലാതും ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അത് കാരണം കൊണ്ടാണ് വായുവായാലും പരമനിയന്താവായും യമനും ഇതെല്ലാതും ഭഗവാനാണെന്ന് പറയുന്നത്. ആ ശക്തി അർജുനന് ശരിക്കും മനസ്സിലാവണം സത്യത്തില്. അപ്പൊ ഭഗവാനെ വായു എന്ന് സംബോധന ചെയ്യാൻ കാരണം വായു സർവ്വവ്യാപി എന്ന നിലയിൽ എല്ലാ ദേവന്മാരുടെയും പ്രതിനിധിയാണ്. പിന്നെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായു എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാനെ പറ്റി പറഞ്ഞ വായു എന്ന് പറഞ്ഞത് പ്രപഞ്ച സർഗത്തിലെ ആദ്യ ജീവാത്മായ ബ്രഹ്മാവിന്റെ പിതാവാണ് കൃഷ്ണൻ എന്നതിലെ പ്രതിപിതാമഹൻ, അതായത് മുത്തച്ഛൻ എന്നുള്ള രീതിയിൽ. അതായത് ഏറ്റവും നമ്മൾക്കറിയാം സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് പിതാമഹൻ, അതായത് ഏറ്റവും ടോപ്പ് ബ്രഹ്മാവിൽ നിന്നാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ പിതാവ് ആ ലെവലിലാണ് ഭഗവാനെ പറഞ്ഞത്. അത് ഇതിന്റെ അപ്പുറം ഇല്ല. അതാണ് അധ്യായ പറഞ്ഞിട്ടുള്ള പോയിന്റ്. അടുത്ത ശ്ലോകം. നമേ പുരസ്താദ പുഷ്ടതസ്തേ നമോസ്തുതേ സർവ ഏവ സർവ അനന്തവീരാമിത വിക്രമസ്തം സർവം സ്വപ്നോഷിതദോസി സർവ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ ഭാഗത്തും ഞാൻ അങ്ങേ പ്രണമിക്കട്ടെ. അതിരറ്റ ശക്തിമാന്, അങ്ങ് നിശ്ചയമായ ശക്തിയുടെ ഉടമയാണ്, സർവ്വവ്യാപിയാൽ അങ്ങ് എല്ലാമാണ്. വീണ്ടും ഭഗവാനെ പറ്റി അത് പറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ ശക്തിയിൽ പറയാണ്, ഞാൻ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലായിടത്തും ഞാൻ അങ്ങേ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയാണ്. ഭഗവാൻ എല്ലാ ശക്തിയുടെ കേന്ദ്രവും യുദ്ധരംഗത്ത് നിരന്നു നിൽക്കുന്ന പോരാളികളിൽ സർവ്വശ്രേഷ്ഠനും പരാക്രമിയാകുന്നെന്ന് അർജുനൻ അംഗീകരിക്കുന്നു. അപ്പൊ ഇവിടെ കാണുന്നതിൽ വെച്ച് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് പൊസിഷനാണ് ഭഗവാൻ തന്നെയാണെന്ന് അർജുനൻ അംഗീകരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം യുദ്ധക്കളത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുമ്പോ അർജുനനാണെങ്കിലും പക്ഷെ സത്യത്തിൽ ഇതെല്ലാം ചെയ്യിക്കുന്നത് ഭഗവാനാണ്. അതാണ് ശരിക്കും പറഞ്ഞ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് അർജുനൻ ഇറങ്ങി വരുന്നതോടുകൂടി അർജുനൻ ഇറങ്ങി, ഭഗവാൻ ഇറങ്ങി തിരിഞ്ഞു അർജുനൻ നോക്കുമ്പോ രഥം തന്നെ ഇല്ലാണ്ടാവണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയധികം കർണനായാലും അതേപോലെ തന്നെ ഭീഷ്മരൊക്കെ അത്രയും പവർഫുൾ ആയിട്ടുള്ള അസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അത് തടഞ്ഞത് മുഴുവനും ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ അതോട് പോകുന്നതോടുകൂടി അത് നശിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും ഇതൊന്നും അർജുനന് പിന്നീട് മനസ്സിലാവണം. അപ്പൊ ഇത് തന്നെ അർജുനന് വിശ്വരൂപം കാണുമ്പോൾ മനസ്സിലാവണ് ഭഗവാൻ എന്താണെന്നുള്ളത്. അടുത്ത ശ്ലോകം. സഗേതി മത്ത പ്രസവം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഗേതി അജാനത മഹിമാനം തവേദം മയ്യ പ്രമദാത് പ്രണയേന ദവാപി യജാവാഹസാർത്ഥമസ്തകൃതോസ്മി വിഹാരയസ്യ നഭോജനേഷു ഏകത്തവ്യ പ്രച്ഛിത തത്സമശ്രം തക്ഷാമയേ ത്വമഹ പ്രമേയം. അങ്ങയുടെ മഹത്വം എന്തെന്നറിയാതെ സുഹൃത്തെന്ന് മാത്രം കരുതി ഹേ കൃഷ്ണ, ഹേ യാദവ ചങ്ങാതി എന്നെല്ലാം ഞാൻ അങ്ങയെ സ്നേഹത്തിലോ സമ്പ്രാതിയിലോ വിളിച്ചു പോന്നു. നാം തനിച്ചായിരുന്നപ്പോഴും മറ്റുള്ളവർക്കിടയിൽ ഇരിക്കുമ്പോഴും വിനോദിക്കുകയോ ഇരിക്കുകയോ ഒരേ കിടക്കയിൽ കിടക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ പലപ്പോഴും അങ്ങയെ വേണ്ടത്ര മാനിക്കാതെ അപഹസിച്ചിട്ടുണ്ട്. അച്യുത, അങ്ങനെ പറ്റിപ്പോയ പിഴകൾക്കെല്ലാം അങ്ങയോട് ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. അപ്പൊ അർജുനന് ശരിക്കും ഇപ്പൊ ഭഗവാൻ എന്താണെന്ന് മനസ്സിലാവണം. അപ്പൊ ഇത്രയും വലിയൊരു പരമദിവ്യോത്തമ പുരുഷന് ഭഗവാനെ ആണല്ലോ ഞാൻ വെറും ഒരു സുഹൃത്തായി കണ്ടതും, അതേപോലെ തന്നെ ആ സ്നേഹത്തില് വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹത്തെ ഞാൻ പല രീതിയിലും അപമാനിച്ചല്ലോ എന്നുള്ള ചിന്താഗതി അർജുനന് വരുന്നത്. അപ്പൊ അർജുനൻ പറയാണ്, അങ്ങനെ പലതും ഞാൻ അറിയാതെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാണ്. അപ്പൊ ഭഗവാനുമായുള്ള തനിക്കുള്ള മൈത്രി ബന്ധത്തെ അർജുനൻ സ്മരിക്കുകയാണ്. ആ ബന്ധത്തിൽ ചേരുന്ന അനൗപചാരികങ്ങളായ പെരുമാറ്റങ്ങൾ തന്നിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം തെറ്റുകൾ ക്ഷമിക്കണമെന്ന് കൃഷ്ണനോട് അപേക്ഷിക്കുന്നു. അതാണ് ഭഗവാന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഏറ്റവും വലുതാണ്.
അപ്പൊ ആ വ്യക്തിനെ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഞാൻ കണ്ടല്ലോ, സുഹൃത്താക്കി അതേ രീതിയിൽ പെരുമാറിയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അർജുനന് വിഷമം വരികയാണ്. അതിന് അദ്ദേഹത്തിനോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഭഗവാനെ നമ്മൾ സാധാരണ ആ ലെവലിലാണ് കാണേണ്ടതെന്ന് പറയുന്നത്. അതായത് ഏറ്റവും പ്രൈം ആയിട്ടുള്ളത് നമ്മൾ പൂജകൾ ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ ആദരിക്കുന്ന പുരുഷനായിട്ടാണ്. അപ്പൊ നമ്മൾ പറയാം ആദ്യം പല രസങ്ങളിൽ ശാന്തരസം, അതായത് ഭഗവാനെ ഏറ്റവും പ്രൈമായിട്ട് കണ്ടിട്ട് നമ്മൾ അതിന് ഫസ്റ്റ് സ്റ്റേജിൽ ഒരിക്കലും നമ്മളെ ഭഗവാനെ നമ്മ കൂട്ടുകാരനാക്കിയേ അല്ലെങ്കിൽ എന്റെ മകനെ പോലെ ആക്കിയേ അല്ലെങ്കിൽ അച്ഛനെ പോലെ ഞാൻ അച്ഛനും അങ്ങനൊന്നും ആക്കാനുള്ള പവർ നമുക്കില്ല. അപ്പൊ ഫസ്റ്റ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നെ ഭഗവാനെ ആദരിക്കുക എന്നുള്ള ലെവലിലാണ്. അത് ശാന്തരസത്തിൽ ഭഗവാനെ ആദരിക്കണം. അപ്പൊ അർജുനന് ഇത്തരം സുഹൃബന്ധത്തിലായിട്ട് പോലും അർജുന ആ വിഷമങ്ങൾ വരാണ്. ഞാൻ ഇത്രയും വലിയൊരു വ്യക്തിനാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള വിഷമം അർജുനന് വരാണ്. എങ്കിലും അത്രയേറെ വിഭൂതികൾ അധിപതിയായ കൃഷ്ണൻ കരുണാനിധിയാകിയാൽ അർജുനൻ സുഹൃത്തായി തന്നെ കരുതി പെരുമാറിപ്പോന്നു. അതാണ് ഭക്തനും ഭഗവാൻ തമ്മിലുള്ള ദിവ്യമായ പരസ്പര ബന്ധം. പക്ഷെ എന്താണ്, അർജുനൻ പല തെറ്റുകൾ ചെയ്താലും അത് മുഴുവനും ക്ഷമിച്ചിട്ട് ഭഗവാൻ അതിനനുസരിച്ച് അർജുനോട് പെരുമാറാണ് ചെയ്തത്. അതാണ് ഭക്തനും ഭഗവാനുമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള പരസ്പര ബന്ധം. ഭഗവാൻ അറിയാത്ത ഭക്തനാണെന്ന്. അപ്പൊ ഞാൻ ഇന്നാളെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, അതായത് വിദുരര് പത്നി പഴം കൊടുക്കുന്നത്, അപ്പൊ തോല് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥ ഭക്തിയിലാണ് അത് ചെയ്യണമെന്ന് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ എന്താണ് ആ ഭക്തന്റെ മനസ്സിലേക്ക് കയറിപ്പറ്റും. വളരെ സിമ്പിളാ. ജീവാത്മാവിന് കൃഷ്ണനോടുള്ള ബന്ധം സനാതനമാണ്. അത് മറക്കാനാവാത്തതാണ് അർജുനന്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജീവാത്മാവായിട്ടുള്ള ബന്ധം അല്ലെ. നമ്മളെ പ്രോബ്ലം എന്താണ്, നമ്മൾ ഭഗവാനെ മറന്നതാണ് ഈ പ്രോബ്ലം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ ഭഗവാനെ വിളിക്കാത്തതാണ് പ്രോബ്ലം. നമ്മൾ ആ ഭഗവാനെ പറ്റി മറക്കണം. അത് നമ്മൾ വിളിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. അതിന് കർദഹം മുനി, അതായത് ഭാഗവതത്തിലെ ഒരു ഇതാണ്. അപ്പൊ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ച് ജീവിതം കഴിച്ചു കൂട്ടിയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ പറയണത് അതിൽ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പത്നിയായിട്ട് ഒരു പത്നിനെ കിട്ടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മളെ വിശ്വാസം അനുസരിച്ച് നമ്മള് എന്താണ് ഉമാദേവിനെയാണ് പ്രാർത്ഥിക്കുക, ഒരു ജനറൽ ആയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഭഗവാനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് ദേവഹൂതിയായിട്ട് പത്നിയായിട്ട് ലഭിക്കുന്നത്. അതില് ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് കപിലമുനിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഭഗവാനോട് നമുക്ക് ഭൗതികമായിട്ടുള്ള നമുക്ക് എല്ലാതും ഭഗവാനോടാണ് പറയാനുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു ആ അവസ്ഥയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. കാരണം എന്താണ്, ഭഗവാനും നമ്മളായിട്ടാണ് ആ ആത്മബന്ധം ഉള്ളത്. അതാണ്, ആ സനാതനമാണ്. അത് മറക്കാനാവാത്തതാണ് അർജുനന്റെ മറക്കാനാവാത്തതാണ് അർജുനന്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു. അപ്പൊ അർജുനനും ഭഗവാനും തമ്മിൽ ആ ബന്ധം സുദൃഢമായി കഴിഞ്ഞു. അത് കാരണം ഭഗവാൻ എന്ത് ചെയ്ത്, അർജുനന്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് ക്ഷമിക്കും. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾക്ക് ആവുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജസ്യ ഗുരുഗരീയൻ ലോകത്രയ പ്രതിമ പ്രഭാവം. ചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ച സർഗത്തിന്റെ പിതാവാണ് അങ്ങ്. ഈ പ്രപഞ്ചത്തിന്റെ ആരാധ്യ പ്രമുഖനായ പരമോന്നത അധ്യാത്മഗുരു അങ്ങ് തന്നെ. അങ്ങേക്ക് സമാനമാകാൻ കഴിവുള്ളവര് ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഹേ അതുല്യ പ്രഭാവനെ, 3 ലോകങ്ങളെയും അങ്ങേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാണ് ഉള്ളത്? വീണ്ടും കമ്പയർ ചെയ്യണമാണ്. കാരണം ഭഗവാനാണ് എല്ലാം സൃഷ്ടിച്ചെന്നുള്ള രീതിയിൽ പറയാണ്. കാരണം അങ്ങേ പോലെ സമാനമായിട്ട് ആരുമില്ല എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിൽ പറഞ്ഞ ആത്മീയ ഭൗതിക ലോകങ്ങൾ ഒരിടത്തും കൃഷ്ണന് തുല്യമോ കൃഷ്ണനേക്കാൾ വലിയവനോ ആയി ആരുമില്ല. എല്ലാവരും അദ്ദേഹത്തിന്റെ താഴെയാണ്. ഒന്നാമത്തെ കാര്യം. കാരണം ആത്മീയ ലോകം നമുക്ക് പറഞ്ഞു, ആത്മീയ ലോകമുണ്ട്, ഭൗതിക ലോകമുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളത് ഭഗവാൻ തന്നെയാണ്. അദ്ദേഹത്തിന് ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും തമ്മിൽ വ്യത്യാസമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
ഭഗവാന്റെ ഇന്ദ്രിയമായാണെങ്കിലും ഭഗവാന്റെ മനസ്സാണെങ്കിലും ഭഗവാന്റെ ശരീരമാണെങ്കിലും ഒന്ന് തന്നെയാണ്. നമുക്കാണ് ഇതൊക്കെ വ്യത്യാസമുള്ളത്. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ നമ്മളോടത് പോലെ അല്ലെങ്കിലും ആ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ നിഷ്പ്രയാസാധ്യമാണെന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ നമ്മളോടത് പോലെയല്ല, പക്ഷെ അതിന് അദ്ദേഹത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. അത് ശേദോ ഉപനിഷത്ത്, പല ഉപനിഷത്തുകൾ ഒരു ഉപനിഷത്തിൽ ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി വർണ്ണനകൾ ഉണ്ട് എന്നാ പറയുന്നത്. അടുത്ത ശ്ലോകം. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയേത്വ മഹീശമീഡം പിതവേ പുത്രസ്യ സഖൈവ സൗഖ്യം പ്രിയാർസിദേവ സോഢ്യം. സകല ജീവജാലങ്ങളും ആരാധ്യനായ ഭഗവാനെ അങ്ങേ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പ്രസാദിപ്പിക്കണമേ. മകൻ ധിക്കാര്യത്തെ അച്ഛൻ എന്ന പോലെ, സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ അവിവേകത്തെ പോലെ, ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെ ഞാൻ അങ്ങയോട് ചെയ്തിരിക്കുന്ന പിഴകൾ അങ്ങ് ക്ഷമിക്കണമേ. വീണ്ടും പറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. അതിന് ഉദാഹരണങ്ങളാണ് പറഞ്ഞത് അല്ലെ. മകൻ അച്ഛനോട് ചെയ്യുന്നതും, അതുപോലെ തന്നെ സുഹൃത്തിനോട് ചെയ്യുന്നതും, ഭർത്താവ് ഭാര്യനോട് അല്ലെങ്കിൽ ഭാര്യ എന്തൊക്കെ ആണെങ്കിലും ആ രീതിയിലുള്ള അങ്ങനെ കണ്ടിട്ട് എന്നോട് പൊറുക്കണമേ എന്നാ പറയുന്നത്. നാപ്പത്തഞ്ച്. കൃഷ്ണ പറയുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്പീഡില് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഞാൻ ഇത്തിരി ഈ ശ്ലോകങ്ങള് കൊണ്ട് പ്രവിജി മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കട്ടാ. ഓക്കെ എനിക്കറിയില്ല. താങ്ക് യു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും അതിൽ പോയിന്റ്സുകൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ബുക്ക് വായിച്ചിട്ട് എന്തെങ്കിലും പോയിന്റ്സുകൾ അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാവത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഒരേ ലൈൻ ടു ലൈൻ നമുക്ക് പോകാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ്സ് ഇപ്പൊ ഞാനത് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാനിപ്പോ 45ാമത്തെ ശ്ലോകം വായിക്കും പറയാനത്. നിങ്ങളത് നോക്കണം എന്ന് പറഞ്ഞതാണ്. അദൃഷ്ടപൂർവം ഹൃദയോസ്മി ദുഷ്ട ഭയേന ച പ്രവർത്തിതം മനോമേ തദേവ മേ ദർശദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. മുമ്പ് കാണാത്ത വിശ്വരൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അതേ സമയത്ത് തന്നെ എൻ്റെ മനസ്സ് ഭയാകുലമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് ആശ്രയമായ ദേവദേവ വീണ്ടും മുമ്പുണ്ടായിരുന്ന രൂപം തന്നെ സ്വീകരിക്കാൻ കനിയണമേ. അപ്പൊ എന്താണ് അർജുനൻ പറയണാണ്, എനിക്ക് ഈ രൂപം കണ്ടിട്ടൊക്കെ സന്തോഷമായി, പക്ഷെ അങ്ങ് എന്ത് ചെയ്യണം, പഴയ രൂപം തന്നെ വീണ്ടും കാണിക്കണമേ എന്ന് പറയണം. അതിന് കനിവുണ്ടാവണമേ. കാരണം എന്താണ്, അർജുനൻ അതിന് മുന്നേ 2-3 ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, വിഷമം വരുന്നുണ്ട്, ആ പേടി വരുന്നുണ്ട് അർജുനൻ ശരിക്കും കാണുമ്പോ ഭഗവാന്റെ രൂപത്തെ, വിശ്വരൂപത്തെ കാണുമ്പോ. അപ്പൊ ഇതിൽ ക്ലിയർ ആയിട്ട് വീണ്ടും മുമ്പുണ്ടായിരുന്ന രൂപം തന്നെ സ്വീകരിക്കാൻ കനിവുണ്ടാവണമേ. അപ്പൊ ഇതിൽ തന്നെ മനസ്സിലാക്കുക ഭഗവാൻ ഒരു രൂപമുണ്ടെന്നും ആ രൂപത്തിൽ നിന്നാണ് വിശ്വരൂപം വന്നതും ആ രൂപമാണ് ഫൈനൽ രൂപം. ഏത്? ആ ശ്യാമസുന്ദര രൂപമാണ് ഫൈനൽ രൂപം എന്നാണെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ക്ലിയർ കട്ട് നമുക്ക് ഈ ശ്ലോകങ്ങളിൽ കൂടെ മനസ്സിലാവണം. ഭഗവാന്റെ രൂപം എന്താണെന്ന് അർജുനൻ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നു. അപ്പൊ ആദ്യം തന്നെ ഭഗവാനെ പറ്റി വിശ്വരൂപത്തെ പറ്റി പറഞ്ഞു വെച്ചിട്ട് പഴയ രൂപത്തിൽ തന്നെ, അപ്പൊ പഴയ രൂപം എന്ന് പറഞ്ഞാൽ സാധാ കൃഷ്ണന്റെ രൂപമാണ്, അത് കാണിച്ചു തരണമേ എന്ന് പറയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ പറഞ്ഞ തന്റെ സുഹൃത്തായ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നും ആശ്ചര്യമായ വിശ്വരൂപത്തെ കാണാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെന്നും മനസ്സിലാക്കി അർജുനൻ വളരെ സന്തുഷ്ടനായി. കാരണം എന്റെ സുഹൃത്ത് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം എന്നാണ് പരമദിവ്യോത്തമ പുരുഷനെന്ന് മനസ്സിലാവാണ്. അത് പിന്നെ എന്താണ് വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ. പിന്നീട് കലർപ്പില്ലാത്ത മൈത്രി ബന്ധത്താൽ താൻ എത്രയെത്ര തെറ്റുകൾ കൃഷ്ണനോട് ചെയ്തു പോയിരിക്കുമെന്നോർത്ത് അർജുനൻ ഭയാക്രാന്തനാകുന്നു. അത് പറഞ്ഞു നമ്മൾ അല്ലെ. കാരണം ഭഗവാനോട് ഇത്രയും വലിയ ഉയർന്നൊരു വ്യക്തിയോടാണല്ലോ ഞാൻ സാധാരണ ഒരു സുഹൃത്തിനെ പോലെ പെരുമാറിയത് എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര കുറ്റബോധം അർജുനന് തോന്നാണ്. അതേപോലെ തന്നെ ഭയം തോന്നാണ്. അങ്ങനെയൊന്നും അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കണത് അല്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കണ കാരണം അതാണ്. പിന്നെന്താണ്, വീണ്ടും പറയാണ് അങ്ങയുടെ പഴയ രൂപം തന്നെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറയണാണ്. ഇതില് പറയണത് ഭൗതിക ലോകം ക്ഷണികമാണ്, അതുപോലെ ക്ഷണികമാണ് ഭൗതികമായ വിശ്വരൂപവും. അപ്പൊ വിശ്വരൂപത്തെ പറ്റി പറയണാണ്, വിശ്വരൂപം ഫൈനൽ അല്ല.
ഭൗതിക ലോകം ക്ഷണികമാണ്, അതേപോലെ ക്ഷണികമാണ് ഭൗതികമായ വിശ്വരൂപം. അപ്പൊ വിശ്വരൂപം എന്താണ്? ഭൗതികമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം, അത് ആത്മീയമല്ല. ക്ലിയർ ആയിട്ട് എഴുതണം. ഭൗതിക ലോകം ക്ഷണികമാണ്, അതേപോലെ ക്ഷണികമാണ് വിശ്വരൂപം. എന്നാൽ വൈകുണ്ഠ ലോകത്തിൽ കൃഷ്ണ ചതുർഭുജ രൂപങ്ങളുടെ നാരായണ ആകൃതിയാണുള്ളത്. പക്ഷെ എന്താണ്? വൈകുണ്ഠ ലോകങ്ങളിലെ ഭഗവാന് ചതുർഭുജാണ്, അവിടെ എന്താണ്? നാരായണന്റെ ആകൃതിയാണുള്ളത്. അതീന്ദ്രിയമാണ് ആ രൂപം, ആ രൂപം അതീന്ദ്രിയമാണ്. മനസ്സിലായി? നാരായണ രൂപം, അത് ചതുർഭുജ രൂപമാണ് ഭഗവാന്റെ രൂപം, അത് അതീന്ദ്രിയമാണ്. ആത്മീയ അന്തരീക്ഷത്തിൽ കണക്കറ്റ ഗ്രഹങ്ങളുണ്ട്, ഒന്നും രണ്ടല്ല. നമ്മൾ വിചാരിക്കും ഭൗതിക ലോകത്തിലാണ് കണക്കറ്റ ഗ്രഹങ്ങളുള്ളത്. നമുക്കറിയാം ബ്രഹ്മാവിൽ നിന്ന് പലതരം ഗ്രഹങ്ങൾ ഉണ്ടാവും എന്നൊക്കെ അറിയാം അല്ലെ? ബ്രഹ്മാവിൽ നിന്നല്ല, കാരണോദയ വിഷ്ണു. പക്ഷെ അങ്ങനെയല്ല. അതേപോലെ തന്നെ ആത്മീയ അന്തരീക്ഷത്തിലും കണക്കറ്റ ഗ്രഹങ്ങളുണ്ട്, അവിടെയും അനന്തകോടി ഗ്രഹങ്ങളുണ്ട് എന്നാ പറഞ്ഞത്. ഓരോന്നിലും വ്യത്യസ്ത നാമങ്ങളോട് കൂടിയ കൃഷ്ണന്റെ സമഗ്ര ആവിർഭാവങ്ങളുണ്ട്. ഓരോന്നിലും അതിൽ അനന്തകോടി എന്താ പറയുന്ന ഗ്രഹങ്ങളാണുള്ളത് അല്ലെ? ആത്മീയ ലോകത്തിലും ഓരോ ലോകത്തിലും ഓരോ ഗ്രഹത്തിലും ആരുണ്ടെന്ന പറയുന്നത്? വ്യത്യസ്ത നാമങ്ങളോടിയ കൃഷ്ണന്റെ സമഗ്രാപുരമാണ്. അപ്പൊ അവിടെ ഒരു സമയത്ത് നാരായണൻ ഉണ്ടെങ്കിൽ വേറെ പ്രത്യുമ്നായിരിക്കും, അല്ലെങ്കിൽ വേറെ, അങ്ങനെ പല രൂപത്തിൽ പല നാമങ്ങളിലും ഭഗവാന്റെ രൂപങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. സംഘർഷണം, പ്രത്യുഗ്നമൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ പല പല രൂപങ്ങളുണ്ട്. അതാവാം. അതാണ് പറഞ്ഞത്. ഓരോന്നിലും വ്യത്യസ്ത നാമങ്ങളോടുകൂടിയ കൃഷ്ണന്റെ സമഗ്ര ആവിർഭാവങ്ങളുമുണ്ട്. ഓരോ ഗ്രഹത്തിലും നാരായണാകൃതി 4 ബാഹുകളോട് കൂടിയത് അത്രേ. അപ്പൊ ഓരോ ഗ്രഹത്തിലും അങ്ങനെ ആത്മീയ ലോകത്തില് അങ്ങനെ നമ്മൾ ഭൗതിക ലോകം കഴിഞ്ഞ് ആത്മീയ ലോകത്തിലേക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ലൈവ് കാണുന്ന പോലെ നോക്കി കഴിഞ്ഞാൽ കുറെ ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹത്തിൽ ഓരോ ഗ്രഹത്തിലും നാരായണമൂർത്തി ഉണ്ട്. അവിടെ ചതുർഭുജ രൂപമാണ്, ചതുർഭുജ രൂപത്തിലാണ്, നാരായണ രൂപമാണ്. ആ നാരായണ രൂപം എന്ന് പറയുമ്പോൾ ഓരോ ഗ്രഹത്തിനും വെവ്വേറെ നാരായണമൂർത്തികളാണ്. ഈ നാരായണനല്ല അടുത്ത ഗ്രഹത്തിലെ നാരായണൻ. പക്ഷെ രണ്ടുപേർക്ക് എന്താണ്? ചതുർഭുജ രൂപമായിരിക്കും. പക്ഷെ എന്താണ്? പേര് വ്യത്യസ്തമായിരിക്കും. അതാണ് ഓരോന്നിലും വ്യത്യസ്ത നാമങ്ങളോടിയ കൃഷ്ണന്റെ സമഗ്രാവിർഭാവമുണ്ട്. പക്ഷെ ഒരേ കാര്യങ്ങളും ശംഖ്, ചക്ര, ഗദ, പത്മങ്ങളെ സ്ഥാന വ്യത്യാസങ്ങളും കാണപ്പെടാം. അപ്പൊ എന്താണ്? ഒരു ഭഗവാന്റെ രൂപം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ? ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ശംഖ്, ചക്ര, ഗദ, പത്മമാണ് അല്ലെ? ആ പത്മത്തിന് ഒരു പൊസിഷൻ ഉണ്ട് അല്ലെ? ശംഖ്, ചക്ര, ഗദ, പത്മം, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുന്നു. നമ്മൾ ഒരേപോലെ ആയിരിക്കില്ല ഭഗവാന്റെ രൂപം. ഇപ്പൊ നാരായണ രൂപം എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു കൈ ശംഖ് ഒരു സ്ഥലത്തായിരിക്കും, ഒരു കൈയിലായിരിക്കും, അങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാവും. ഇത് ഇതേപോലെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതായത് നാരായണ രൂപം തന്നെ വ്യത്യസ്തമായിരിക്കും, അതേപോലെ തന്നെ ഈ ശംഖിന്റെയും ഗദയുടെയും പൊസിഷൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഇവയിൽ ഓരോന്നിനും വഹിക്കുന്നത് കൈകൾ എന്നതനുസരിച്ച് നാരായണാകൃതിക്ക് വെവ്വേറെ നാമധേയം നൽകി വരുന്നു. അപ്പൊ ഇങ്ങനെ ഏത് കയ്യിലാണ് ഗദയുള്ളത്? ചിലപ്പോൾ ഇടത്തെ കയ്യിലായിരിക്കും, ചിലപ്പോൾ വലത്തെ കയ്യിലായിരിക്കും. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് നാമങ്ങൾ വ്യത്യസ്തമുണ്ട്. ഈ എല്ലാ രൂപങ്ങളും കൃഷ്ണൻ തന്നെയാണ്. അൾട്ടിമേറ്റ് പറയുമ്പോൾ ഇതെല്ലാതും കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപം കാണണമെന്ന് അർജുൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ചതുർഭുജം ആത്മീയ രൂപം, ആത്മീയ രൂപം എന്ന് പറയുമ്പോ ചതുർഭുജ രൂപമാണ്. അതിന്റെ മുകളിലാണ് ശരിക്കും ഭഗവാന്റെ പൊസിഷൻ വരുന്നത്. അപ്പൊ അതാണ് നമ്മളിത് റിവേഴ്സ് ആണ്. ഭഗവാനെ അർജുനൻ കാണുന്നത് ആദ്യം തന്നെ ശ്യാമസുന്ദര രൂപമാണ്. പിന്നെ ഭഗവാനെ കാണുന്നത് വിശ്വരൂപമാണ്. അതായത് ഭൗതികത തന്നെ എല്ലാം നിറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭഗവാന്റെ നാരായണ രൂപം കാണണം. പിന്നെ ഭഗവാന്റെ വീണ്ടും ശ്യാമസുന്ദര രൂപം കാണണം. ഇത് തന്നെയാണ് സാക്ഷാത്കാരം പറയുന്നത്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകണം. അപ്പൊ നമ്മൾ ആത്മീയത്തിൽ പോയി അവിടെ ചെന്നാലും നമുക്ക് പറയില്ല, ആത്മീയ ലോകങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഭഗവാന്റെ നാരായണ ലോകത്തിൽ ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നാരായണന്മാരിലെ ഏതെങ്കിലും ഒരു നാരായണന്റെ ഗ്രഹത്തിലായിരിക്കും നമ്മൾ ചെല്ലാം. മനസ്സിലായില്ല? അത് ഇതിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം എന്ന് പറഞ്ഞത്. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ ഞാനിത് സ്കിപ്പ് ചെയ്യും. ഹരേ കൃഷ്ണ. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പോയിന്റ്സുകൾ ഇതിൽ വരും. അപ്പൊ ഞാൻ എല്ലാതും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പൊ തന്നെ ഏറ്റവും ബാക്കില് നമ്മളിടണം. നാരായണ രൂപങ്ങളുടെ പേര് പറഞ്ഞു തരുമോ പ്രഭുജി?
അത് ഞാനത് പറഞ്ഞു തരാം. ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ നാളെ നോക്കിയിട്ട് പറഞ്ഞു തരാം. പല രൂപങ്ങളുണ്ട്, 16 കുറെ ഉണ്ട് അതിന്റെ. അത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടാ. ഈ ഇപ്പൊ ചതുർഭുജ പ്രഭുജി, ചതുർഭുജം സ്വീകരിക്കുന്നതിന്റെ അർത്ഥം എന്ത്? 4 കൈകള്, കൈകൾ സ്വീകരിക്കുന്നത്. ഓക്കെ, പറയൂ മാതാജി. ഹരേ കൃഷ്ണ. അതേ കട്ടായി പോയാ? എന്നെയാണ് ഉദ്ദേശിച്ചത്. ഹരേ കൃഷ്ണ. മാതാജി ചോദിച്ചത് ക്ലിയർ ആയില്ല. ചതുർഭുജം രൂപീകരിക്കുന്നതിന്റെ കാര്യം എന്താണ്? അർത്ഥം എന്താ ഈ 4 കൈകൾ എന്നുള്ളത്? 4 കൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആത്മീയ രൂപത്തിൽ വരുമ്പോ 4 കൈകൾ വരും. നമുക്ക് ദുർഗയ്ക്ക് വരുമ്പോ, അല്ല, എല്ലാ ദേവിമാരിലും അങ്ങനെ വരുന്നുണ്ടല്ലോ, കാളിക്കും അങ്ങനെ. അല്ല, പലർക്കും പല രീതിയിലല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ 4 അല്ല 6 ഉണ്ടാവും, 8 ഉണ്ടാവും, 10 ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുണ്ടല്ലോ, കൈകൾ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ പലർക്കും പല രീതിയിലുണ്ട്. ഭഗവാന്റെ രൂപത്തിൽ വരുമ്പോ 4 കൈകളാണ് ഭഗവാന്റെ നാരായണ രൂപത്തിൽ വരുന്നത്. അത് ആത്മീയ രൂപം വരുമ്പോഴാണ് അവിടെ തൊട്ടാണ് ആത്മീയ അവസ്ഥ കടക്കുന്നത്. അപ്പൊ അവിടെ ദേവന്മാരൊക്കെ ഒരു തരത്തിൽ ഭൗതികത ആണെങ്കിലും പാർഷ്യലി അവർക്ക് ഉയർന്ന ലെവലിലുള്ള ശക്തി ഉള്ള കാരണം കൊണ്ട് അവർക്ക് പല രീതിയിൽ ഒരു കൈ കൊണ്ട് തന്നെ, ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് തന്നെ പലതും ചെയ്യാൻ പറ്റും. നമ്മളെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ ഒരു കൈ കൊണ്ട് അവർക്ക് 10 കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാ ഭുജത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. സ്വാഭാവിക മനുഷ്യരൂപം 2 കൈകൾ അല്ലെ? സ്വാഭാവിക മനുഷ്യരൂപം 2 കൈകൾ, അത് തന്നെയാണ് ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ രൂപം തന്നെയാണ് ഭഗവാന്റെ രൂപം. അത് നമ്മൾ സിമ്പിൾ ആയിട്ടല്ല, നമ്മൾ ഭഗവാന്റെ അംശമാണ്. ബാക്കി എല്ലാതും അതായത് നമുക്ക് പോണ വഴികളാണ് അതൊക്കെ. അൾട്ടിമേറ്റ് ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരൂപം തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ലാസ്റ്റ് ബ്രഹ്മാവിന്റെ ലാസ്റ്റ് സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യരൂപമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ജീവജാലങ്ങളും അതൊക്കെ എല്ലാതും സൃഷ്ടിച്ചിട്ട് ലാസ്റ്റാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. സൃഷ്ടിയിൽ തന്നെ വരുമ്പോൾ അതെന്താണ് ഭഗവാൻ തന്നെ ഭഗവാന്റെ രൂപം തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. അതാണ് നമുക്ക് ചതുർഭുജം ഉള്ളത്. ചതുർഭുജം അല്ല ദുർഭുജം, അത് തന്നെയാണ് ഭഗവാന്റെ രൂപം. ബാക്കിയുള്ള പല രൂപങ്ങളും പല ലെവലിലേക്കുള്ള പോണ വഴികളാണ് അതൊക്കെ. അപ്പൊ നാരായണ രൂപമാണ് ചതുർഭുജം. അപ്പൊ അത് തന്നെ പറഞ്ഞത് ആത്മീയ ലോകങ്ങളുണ്ട്. ആത്മീയ ലോകത്തിൽ തന്നെ ഈ ചതുർഭുജം തന്നെ പല രീതിയിലും, ഓരോരുത്തർ നാരായണനായിരിക്കും, ഓരോരുത്തർ പ്രത്യുപ്തനായിരിക്കും, ഓരോരുത്തർ സംകൃഷ്ണനായിരിക്കും, ഓരോരുത്തർ അനിരുദ്ധനായിരിക്കും, അങ്ങനെ പല പേരുകളുണ്ട്. ആ പേരുകളിൽ തന്നെ ഇവർക്കുള്ള 4 ഗദ, ചക്ര, ഇതൊക്കെ അങ്ങോട്ടും കൊണ്ട് പൊസിഷൻ മാറ്റിപ്പോകും. ഇപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ അനിരുദ്ധനാണ് വിചാരിക്കുന്ന വിചാരിക്കുക, സപ്പോസ് നാരായണ രൂപം തന്നെ. അപ്പൊ നാരായണന്റെ രൂപത്തിൽ നമ്മൾ വിചാരിക്കും എന്താണ് ഭഗവാന്റെ ഈ സാധാരണ നമ്മൾ വലത്തെ കയ്യിലാണ് ഗദ കണ്ടിട്ടുള്ളത്, അവിടെ ചെല്ലുമ്പോൾ ഇടത്തെ കയ്യിൽ കാണാം. അപ്പൊ എന്താണ് അങ്ങനെ? പക്ഷെ ഇതാണ് സംഭവത്തില്ല. ക്ലിയർ ആയില്ല മാതാജി? ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ എത്ര നാരായണ രൂപങ്ങളുണ്ട് പൊതുവെ എല്ലാം കൂടി ചേർത്തിട്ട്? അത് അനന്താണ് പ്രഭുജി. അതായത് ആത്മീയ ഗ്രഹങ്ങളും അനന്തമാണ്. നമ്മളെ ഭൗതിക ലോകത്തിലെ ഗ്രഹങ്ങൾ അനന്തം എന്ന് പറഞ്ഞ പോലെ ആത്മീയ ലോകങ്ങളിലെ ഗ്രഹങ്ങളും അനന്തമാണ്. അതാണ് ഭഗവാൻ അനന്തരൂപം എന്ന് പറഞ്ഞത്. എത്ര രൂപങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല, അത്ര അധികം രൂപങ്ങൾ ഭഗവാനുണ്ട്. അവിടെയും ഗ്രഹങ്ങളുണ്ട്, അവിടെയും ആത്മീയ ഗ്രഹങ്ങളുണ്ട്, അവിടെയും ഇതേപോലെ തന്നെ ഭഗവാന്റെ ഇതുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഗോലോക വൃന്ദാവനത്തിലേക്ക് കടക്കുന്നത്. നമ്മൾ ഭൗതിക ലോകവും ആത്മീയ ലോകം തമ്മിൽ ഒരു വിരജാനദി കേട്ടിട്ടില്ല? നമ്മള് കേട്ടിട്ടുണ്ടോ വിരജാനദി? അതായത് ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്ക് കടക്കണമെന്ന് ഒരു നദി ഉണ്ട്, അതിന് വിരജാനദി. ഇത് കടക്കണം, ഇത് പാറാവണമെന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നരകലോകത്തിലൊരു നദി ഉണ്ട്, വൈതരണി. അപ്പൊ അവിടെ ആ വൈതരണി കൂടി നടക്കുമ്പോൾ നമ്മൾ വീഴാൻ പാടില്ല, അങ്ങനത്തെ കഥകളൊക്കെ നമുക്ക് കേട്ടിട്ടില്ലേ? വൈതരണി തന്നെ അത് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലേ? അതന്നെ, വൈതരണി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ വരുമ്പോൾ സാധാരണ ഇതിൽ സംശയം വരണം. അപ്പൊ ബുക്ക് വായിച്ചു കഴിഞ്ഞാല് നമ്മളത് ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ 46ാമത്തെ ശ്ലോകം വായിക്കാം. കിരീടാനാം ഗതിനം ചക്രഹസ്തം ഇച്ഛാമിത്തം ദൃഷ്ടിമഹം തദൈവ തനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഹേ സഹസ്രബാഹുവായ വിശ്വരൂപ,
4 കൈകളും ശിരസിൽ കിരീടവും കൈകളിൽ ശംഖ് ചക്ര ഗദ പത്മങ്ങളുടെ അങ്ങയുടെ ആ രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ അത് കാണിച്ചു തരണമേ. അപ്പൊ ഭഗവാന്റെ 4 കൈകളുള്ള ആ രൂപം കാണിച്ചു തരാൻ വേണ്ടി അർജുനൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ശ്ലോകം ശ്രീ ഭഗവാനുവാചാം മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാ തേജോമയം വിശ്വമനന്തമാദ്യം യന്മേതോ ദദീന ദൃഷ്ടപൂർവം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, നിന്നിൽ സന്തുഷ്ടനായ ഞാൻ അന്തരംഗ ശക്തിയാൽ ഭൗതിക പ്രപഞ്ചത്തിൽ അന്തർഹിതമായ എന്റെ ഈ വിശ്വരൂപം കാട്ടിത്തന്നു. ആദ്യമവും അവസാനവും ഇല്ലാത്തതും തേജോമയമായ ഇത് നീ ഒഴികെ ആരും മുന്നേ കണ്ടിട്ടില്ല. അപ്പൊ ഇതിൽ ക്ലിയർ ആയിട്ട് പറയണണ്ട, നമ്മൾ അതിന് വേർഡുകൾ ശ്രദ്ധിക്കണം. നിന്നിൽ സന്തുഷ്ടനായ ഞാൻ അന്തരംഗ ശക്തിയാൽ ഭൗതിക പ്രപഞ്ചത്തിൽ അന്തർഹിതമായിട്ടുള്ള എന്റെ വിശ്വരൂപം കാട്ടിത്തന്നു. അപ്പൊ വിശ്വരൂപത്തിൽ എങ്ങനെയാണ്, അത് വിശ്വത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് ഭഗവാൻ നിൽക്കുന്നത് എന്നാണ് വിശ്വരൂപത്തിൽ കാണിച്ചു തരുന്നത്. അത് ഭഗവാന്റെ ശക്തി എന്താണ്? അന്തരംഗ ശക്തിയാൽ. നമ്മൾ പറഞ്ഞു, ജനറൽ ആയിട്ട് പറഞ്ഞ അന്തരംഗ ശക്തി ബഹിരംഗ ശക്തി അല്ലെ. ബഹിരംഗ ശക്തിയാണ് ഭൗതിക പ്രകൃതി. അപ്പൊ അന്തരംഗ ശക്തിയാൽ, അപ്പൊ അവിടെയും ഡയറക്റ്റ് ഭഗവാൻ വരുന്നില്ല. അന്തരംഗ ശക്തിയാൽ എന്റെ വേറൊരു ശക്തി മുഖേന ഞാൻ ഭൗതിക ശക്തി എന്താണെന്ന് നിനക്ക് കാണിച്ചു തന്നു. അങ്ങനെ അപ്പൊ അതിന് നമ്മൾ ഭഗവാൻ വേറെ, അന്തരംഗ ശക്തി വേറെ, ബഹിരംഗ ശക്തി വേറെ. അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് ആദ്യമവും അവസാനവും ഇല്ലാത്തതും. അപ്പൊ എന്താണ് ആദ്യമവും അവസാനവും ഇല്ലാത്തത്? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഭൗതികവുമായിട്ടുള്ള വസ്തുക്കൾക്കും ആദ്യവും അന്തവും ഇല്ല. എവിടെന്നാ വന്നെന്ന് അറിയില്ല. ഇപ്പൊ തന്നെ സയൻസ് പരമായിട്ട് ചിന്തിച്ചാൽ ഈ ലോകം എവിടെ നിന്നുണ്ടായെന്ന് ആർക്കറിയില്ല. അവരെന്തോ റിസർച്ച് ചെയ്യുന്നുണ്ട്, അത് എവിടെ നിന്ന് വന്നെന്ന് അറിയില്ല, എവിടേക്ക് പോകണമെന്നും അവർക്കറിയില്ല. എന്തോ ഉണ്ട്, എവിടെ വന്ന് നമ്മൾ എവിടെ ഒരു സെന്റർ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. പ്രപഞ്ചം ഉണ്ടായി, യൂണിവേഴ്സ് ഉണ്ടായി, ബിഗ് ബാങ്ങിന് മുന്നേ എന്തുണ്ടായി, അതിന് ആൻസർ ഇല്ല. അപ്പൊ ഒരു എക്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ എക്സിന് മുന്നേ എന്തുണ്ടായി, അപ്പൊ അവന് സംഭവം. അപ്പൊ നമുക്കാണെങ്കിൽ ക്ലിയർ, അത് ഭഗവാനാണ് നമ്മൾ പറയാം, മനസ്സിലായേ. പക്ഷെ അവർക്കത് പറയാനേ പറ്റില്ല. അത് പിന്നെ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, അവർക്കും യുക്തി ഇല്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ അപ്പൊ അതിന് പറഞ്ഞത്, ഇതിന് ആദ്യവും അവസാനവും ഇല്ലാത്ത തേജവുമായി ഇത് നീ ഒഴുകി ധാര്യം കണ്ടു. അപ്പൊ ഭഗവാന്റെ വിശ്വരൂപത്തിന് തന്നെ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തിന് തന്നെ ആദ്യവും അവസാനവും ഇല്ല. അതേപോലെ തന്നെ ഏതോട്ട് ഭഗവാന്റെ ആത്മീയ അവസ്ഥയ്ക്കും ആത്മീയ ലോകത്തിനും ആദ്യവും അവസാനവും ഇല്ല. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഭൗതിക ലോകം തന്നെ ഭഗവാന്റെ ശക്തിയുടെ 25% വരുന്നുള്ളൂ. ആത്മീയ ലോകം 75% ആണ്. അപ്പൊ ഒന്നുകൂടെ ആലോചിക്കേ, അപ്പൊ അത്രയുണ്ട് നമുക്ക്. അപ്പൊ അതിന് ആയ ഭഗവാനാണ് എല്ലാ ഭക്തന്മാരെ ആജ്ഞ നിറവേറ്റാൻ വേണ്ടി നിൽക്കുന്നത്. ഭഗവാൻ ഭക്തൻ പറയണ അതേപോലെ, അർജുനൻ പറയണ അതേപോലെ, തേര് നടുക്കിക്കൊണ്ട് നിർത്താൻ പറയും, നടുക്കൊണ്ട് നിർത്തും. ഇങ്ങോട്ട് തിരിക്കാൻ പറയും, ഇങ്ങോട്ട് തിരിക്കും. മനസ്സിലായി? അപ്പൊ അതാണ് ഭഗവാന്റെ ശക്തി, അല്ലെങ്കിൽ ഭഗവാന്റെ കരുണ എന്ന് പറയുന്നത് അതാണ്. പിന്നെ അതിൽ തന്നെ പറഞ്ഞു, അർജുന പ്രത്യക്ഷമായ വിശ്വരൂപം സർവ്വലോകങ്ങളിൽ ബഹിരാശയങ്ങളിൽ വാഴുന്ന ഭക്തന്മാർ കാണാനിടയ വന്നു. അവർ മുമ്പൊരിക്കലും ഇത് കണ്ടിട്ടില്ലായിരുന്നു അർജുനൻ, കാരണം അവർക്ക് അതിനുള്ള സന്ദർഭം ലഭിച്ചു. അപ്പൊ എന്താണ്, ഇതാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അർജുനന് കാണിച്ചു കൊടുത്തത്. അത് ഇപ്പോഴെന്താണ്, ബഹിരാശയങ്ങളിൽ വാഴുന്ന ഭക്തന്മാർക്ക് അത് കാണാനുള്ള അവസരം ലഭിച്ചു. അതിന്റെ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഭക്തന്മാരെ കൂടെ ആയിരിക്കണം നമ്മൾ പല കാര്യങ്ങളിലും പോകേണ്ടത്. അപ്പൊ എന്താണ്, ഭക്തന് വേണ്ടി ഭഗവാൻ പല കാര്യങ്ങളും ചെയ്തു. അപ്പൊ അതിൽ കൂടെ നമുക്കും പല കാര്യങ്ങളും നടക്കും. വളരെ വേറൊരു നമ്മളെ ശരിക്കുള്ള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വല്ല ക്ഷേത്രങ്ങളിൽ പോകുമ്പോ ഭക്തന്മാരായിട്ട് പോകാൻ നോക്കാം. അപ്പൊ എന്താണ്, കൂടുതൽ ഭക്തന്മാരുണ്ടാവുമ്പോൾ അതിൽ നമുക്കറിയാത്ത ഭക്തന്മാർ ചിലപ്പോൾ അതിലുണ്ടാവും. ആ ഭക്തനുള്ളത് കാരണം കൊണ്ട് ഭഗവാൻ ഭക്തന്മാരെ കാണാനാണ് നിൽക്കുന്നത്. അവിടെ അതിന് വ്യത്യാസം. നമ്മൾ ഭക്തി ഇല്ലെങ്കിൽ ആ ഭക്തനെ കാണാൻ വേണ്ടി ഭഗവാൻ നിൽക്കുമ്പോൾ നമ്മൾ അതിൽ പുറകെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. അതാണ് ഇവിടെ അത് തന്നെയാണ് ഇതിൽ പറഞ്ഞത്. കാരണം അർജുനന് വേണ്ടിയാണ് ഭഗവാൻ വിശ്വരൂപം കാണിച്ചത്. പക്ഷെ എന്താണ്, അർജുനന് കൂടെ മറ്റുള്ളവർക്കും, അതായത് ഭക്തന്മാര് തന്നെ, അത് അർജുന ലെവലിൽ എത്തിയിട്ടില്ല, പക്ഷെ അർജുനന് കാണാൻ കഴിഞ്ഞത് കൊണ്ട്, അർജുനന് വേണ്ടി ഭഗവാൻ കാണിച്ചത് കൊണ്ട് ആ ലീല മറ്റുള്ളവർക്കും കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ ഈ പോയിന്റാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്ക് എന്താണ്, നമ്മൾ ഭക്തന്മാരെ കൂടെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഭക്തന്മാരുടെ കൂടെ ക്ഷേത്രങ്ങളിലെ തീർത്ഥസ്ഥലങ്ങളിലും
സന്ദർശിക്കാൻ എപ്പോഴും ശ്രമിക്കാം. കാരണം നമ്മൾ അറിയാത്ത ഭക്തന്മാർ അതുണ്ടാവും. നമുക്ക് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ മൂർത്തിയായിട്ട് തോന്നും അല്ലേ? പക്ഷെ ശരിക്കും നമ്മൾ ഭഗവാനല്ല കാണാൻ പോണത്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ അവിടെ മൂർത്തിനെ കാണുന്നത്? നമ്മൾ പറയാ ഭഗവാനെ കാണാൻ പോകണം, നമ്മൾ അവിടെ ചെന്നിട്ട് മൂർത്തി കണ്ടുകൂട്ടും അല്ലെ? പക്ഷെ ഭക്തൻ ഭഗവാനെ തന്നെ കാണും. അതാണ് വ്യത്യാസം. അത് തന്നെയാണ് പടത്തിലായും പറഞ്ഞത്. ദുര്യോധനൻ കൃഷ്ണന്റെ ശാന്തി സന്ദേശം കൈക്കൊള്ളാതിരുന്നപ്പോഴാണ് അവിടെ ഏതാണ്ട് ഇതേപോലുള്ള വിശ്വരൂപം കാണിച്ചത്. എന്നാൽ അത് അർജുനന്റെ യുദ്ധരംഗത്തിൽ കണ്ട രൂപം വ്യത്യസ്തങ്ങളാട്ടെ. കാരണം അർജുനൻ ഭഗവാൻ ദുര്യോധനൻ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ദുര്യോധനൻ ഇത് മനസ്സിലാവണില്ല. നമ്മളെ അവസ്ഥ. പക്ഷെ ഇതേ രൂപമല്ല, ശരിക്കും ആ വിശ്വരൂപം തന്നെ ഇതേ രൂപമല്ല. പക്ഷെ എന്നാലും അതിന്റെ ഒരു ചെറിയ പതിപ്പ് എന്നുള്ള രീതിയിൽ ദുര്യോധനന് കാണിച്ചുള്ളൂ. ദുര്യോധനൻ അത് മനസ്സിലാവുന്നില്ല. അതാണ് നമ്മളെ അവസ്ഥ. അതാണ് നമ്മളെപ്പോഴും ഭക്തന്മാരെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യണമെന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഗുരു സാധു ശാസ്ത്ര എന്ന് പറയുന്ന പോയിന്റ്. അതാണ്. ഓക്കെ, അടുത്ത ശ്ലോകം. ഏവം രൂപസഖ്യ അഹം നിർലോകേ ദൃഷ്ടം തദേനേന ഗുരു പ്രവീരേ. ഹേ കുരുശ്രേഷ്ഠ, എന്റെ വിശ്വരൂപം നീയല്ലാതെ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല. വേദജ്ഞാനം, യജ്ഞാനുഷ്ഠാനം, ദാനം, തപസ് എന്നിവ കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ഭൗതിക ലോകത്തിൽ ആർക്കും എന്റെ രൂപം ദൃശ്യമാകില്ല. അപ്പൊ എന്താണ്? ഒന്നും കൂടെ ഭഗവാൻ പറയണാണ്, ഈ വിശ്വരൂപം കാണുന്നത് തന്നെ, വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിലുള്ള രൂപമാണ് അല്ലെ? ഈ രൂപം കാണുന്നത് തന്നെ വേദജ്ഞാനം, യജ്ഞാനുഷ്ഠാനം, ദാനം, തപസ് ഇതുകൊണ്ടൊന്നും നടക്കില്ല. ഇതെല്ലാതും എന്താണ്? ഭഗവാനിൽ അടുക്കാനുള്ള വഴി മാത്രമാണ്. ഈ വേദജ്ഞാനം നടത്തിക്കൊണ്ടോ യജ്ഞം നടത്തിക്കൊണ്ടോ ഭഗവാന് കിട്ടണമെന്നില്ല എന്നാ പറഞ്ഞത്. അത് കിട്ടണമെങ്കിൽ എന്താണ്? ഭക്തനായി മാറണം. അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അതിൽ കൂടെ സൂചിപ്പിക്കുന്നത്. ആർക്കാണ് ദിവ്യ ദർശനം സാധ്യമാവുക? ഒരു ദേവന്റെ നിലയിലെത്തിയവർക്കോ ദിവ്യ സൃഷ്ടി കൈവരൂ. ആരാണ് ദേവൻ? വിഷ്ണു ഭക്തരാണ് ദേവന്മാരെന്ന് വേദ സിദ്ധാന്തമുള്ളത്. അപ്പൊ ആരാണ് ദേവൻ? ദേവൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭക്തൻ. ഭക്തനെയാണ് ശരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ദേവന്മാരെ ആരാധിക്കുന്നു പറയുമ്പോൾ ദേവന്മാരെ ആരാണ്? വിഷ്ണു ഭക്തന്മാരാണ്. അവരെയാണ്, അതായത് ഇൻഡയറക്റ്റ് പരിശുദ്ധി കൂടിയ ആത്മാക്കൾ, അവരെയാണ് ദേവന്മാർ. അപ്പൊ ആ ലെവൽ, ആ ദേവന്മാരാവലെന്ന് പറഞ്ഞ ദേവന്മാരെന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ പരിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക് എത്തുമ്പോഴാണ് പരിപൂർണമായിട്ടുള്ള ഒരു ഭക്തനാവുള്ളൂ. ആ വ്യക്തിക്ക് മാത്രമേ ഇങ്ങനത്തെ ദിവ്യ ദർശനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ദാനം, തപസ്, വേദപഠനം ഇവയെല്ലാം അനുഷ്ഠിച്ചാലും അർജുനെ പോലെ കൃഷ്ണൻ ഭക്തനല്ലാത്ത പക്ഷം ഒരാൾക്ക് വിശ്വരൂപം ദർശനമല്ല. അപ്പൊ വിശ്വരൂപം തന്നെ ലഭിക്കണമെങ്കിൽ നമുക്ക് ഇതൊന്നും പോരാ, ഭക്തി തന്നെ വേണം. ഭക്തിയിലേക്കുള്ള യാത്ര നമ്മൾ ചെയ്തേ പറ്റൂ. അടുത്ത ശ്ലോകം. പക്ഷെ ഇങ്ങനൊക്കെ കേൾക്കുമ്പോ എന്താണ് കുഴപ്പമെന്ന് അറിയാം. സാധാരണ ഇപ്പൊ ഇത് കേൾക്കുമ്പോ എന്താ തോന്നുന്നത് നമുക്ക്? ഹരേ കൃഷ്ണ. ഗുരുജി, സിനിമയിലെ ചാക്കോൽ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ മാതിരിയായി. അല്ലെ, നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്താണ്? തപസ്. അതൊക്കെ നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. തപസ് ചെയ്യണ, വേദപാഠനം, യജ്ഞങ്ങൾ, ഇവർക്ക് പോലും ഭഗവാനെ കിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കൃഷ്ണ. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കണം? അതിന് ചോദിക്കണം. ഇപ്പൊ എന്താ നമ്മൾ ചിന്തിക്കുക? ഓരോരുത്തരും എന്താ ചിന്തിച്ചത്? ഹരേ കൃഷ്ണ. നിഷമാതാജി പറ, നിഷമാതാജി എന്താ ചിന്തിച്ചത്? ഇങ്ങനൊക്കെ പറഞ്ഞപ്പാ ഞാൻ കേട്ടത് നമുക്ക് അനന്യമായ ഭക്തിയിൽ കൂടി മാത്രമേ ഭഗവാന്റെ അടുത്തെത്താൻ പറ്റുള്ളൂ. അത് മനസ്സിലായി. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പിന്തിരിയണോ മുന്നോട്ട് പോണോ? പരീക്ഷ ഭയങ്കര ടഫ് ആകുമ്പോ എന്താ ചെയ്യാ? ഒന്നില്ലേ നമ്മൾ പിന്തിരിഞ്ഞു പോകും അല്ലെ? നമ്മൾ എഴുതൂല, അല്ലെങ്കിൽ എഴുതാന്ന് വെക്കും. എന്താ ചെയ്യാ? പിന്തിരിയരുതല്ലോ, മുന്നോട്ട് പോണല്ലോ. മുന്നോട്ട് പോകണം. അത് തന്നെയാണ് നമ്മൾ വിചിരിക്കുന്നത്. അതിന് ആ ശ്ലോകം നമുക്ക് ഓർമ്മ വരേണ്ടത്. ഏത് ശ്ലോകം എന്നറിയാം? സ്വല്പമഭ്യസ്യത്രായതോ മഹത്വഭയ. അതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഇതിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മനസ്സിലായ? അതും ഈ ഭഗവാൻ തന്നെ പറഞ്ഞു. അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരിക്കലും നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ഒരിക്കലും കൈവിടരുത്. ചെറുതായിട്ട് ചെയ്താലും അത് മുന്നിലേക്ക് പോകണം. പക്ഷെ സത്യം സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ വേണം. പെട്ടെന്ന് നമുക്ക് എത്തൂല. പക്ഷെ ചെറിയൊരു കാര്യങ്ങൾ പോലെ നമുക്ക് വലിയ വലിയ ഗുണങ്ങൾ നേടിത്തരും. അതാണ്. പിന്നെ സഹസ്രേണു അതും പറയണില്ല ഒരു ശ്ലോകം. അതായത് വളരെ അപൂർവത്തിൽ അപൂർവം മാത്രമേ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ.
മനസ്സിലായ? അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഭഗവാൻ പറയുന്നതോടുകൂടി ഇത് ലാസ്റ്റ് ആയി തുടങ്ങി. അതായത് എത്രത്തെ 11ാമത്തെ അധ്യായം ആയി തുടങ്ങി. അപ്പൊ എന്താണ് ഭഗവാൻ കുറച്ച് സീരിയസ് ആയി തുടങ്ങി കാര്യങ്ങൾ. മനസ്സിലായി? ആദ്യത്തെ ശ്ലോകത്തിലായിരുന്നു സ്വല്പം അഭ്യസ്തരായത്. നമ്മൾ പറയണ പോലെ നാമം ജപിക്കുന്നു പറയണ പോലെ നാമം ജപിച്ച് വരുമ്പോ പിന്നെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടിരിക്കും. ചെറിയ കുട്ടീനെ LKG UKG കൂട്ടിച്ചേർത്തുന്ന പോലെ അല്ലെ? ഈ അവസ്ഥയാണ് നമുക്ക്. പക്ഷെ എന്താണ്, നമ്മള് അഡ്മിഷൻ എടുക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഭഗവാനെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമ്മൾ ചിന്തിച്ചു. ഓക്കെ, അടുത്തത് 48 കഴിഞ്ഞത്. 48 പറഞ്ഞത് അല്ലേ? എന്താണ്? വേദജ്ഞാനം, യജ്ഞാനുഷ്ഠാനം, ദാനം, തപസ് എന്നിവ കൊണ്ട് പുണ്യകർമ്മം കൊണ്ട് ഭൗതിക ലോകത്തിൽ ആർക്കും എന്റെ രൂപം ദൃശ്യമാവില്ല. അപ്പൊ നമുക്ക് പറയാവുന്ന ആത്മീയ കാര്യങ്ങൾ മുഴുവൻ ഭഗവാൻ ലൈനായിട്ട് ഇട്ടേച്ച്. എന്താണ്? വേദജ്ഞാനം, യജ്ഞാനുഷ്ഠാനം ഇതൊക്കെ നമ്മൾ ചെയ്യണം. വേദങ്ങൾ പഠിക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ? പിന്നെ എന്താണ്? പൂജകൾ ചെയ്യുക, ദാനം ചെയ്യുക, സദ്ദാനം നമുക്കറിയാം, നല്ല കാര്യമാണ്. തപസ് ചെയ്യുക, തപസ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ. എന്ത് പറഞ്ഞാലും നമ്മള് ഭഗവാന്റെ കാര്യം, ഭഗവാന്റെ ഇതൊക്കെ ചെയ്താലും ഭഗവാനെ പെട്ടെന്ന് കിട്ടില്ല എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയാണ്. അപ്പൊ അത് പതുക്കെ വരാൻ പറ്റുള്ളൂ. അടുത്ത ശ്ലോകം, മാം തേ വൃഥാ മാം ചാഭിമൂഢഭാവോ ദൃഷ്ടാരൂപം ഘോരമിദേഗ്നമേദം വ്യപ്പേതി പ്രീതമനോ പുനസ്തം തദേവ മേ രൂപമിദം പ്രവേശ്യേ. എന്റെ ബീഭത്സ രൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അത് ഇതോടെ തീരട്ടെ. എന്റെ ഭക്തനായ നീ സ്വസ്ഥത കൈവരിക്കൂ. ശാന്തമനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാം. അപ്പൊ നീ ആഗ്രഹിക്കുന്ന രൂപം മനസ്സിലായേ? അപ്പൊ ഭക്തൻ എന്ത് ആഗ്രഹിക്കുന്നു ആ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷമാവും. അതാണ് അടുത്ത പ്രത്യേകത. ഭഗവാൻ ഏത് രൂപത്തിലും ഭഗവാൻ വരാം. അപ്പൊ അതിന് ഭക്തൻ എന്താ ആഗ്രഹിക്കുന്ന ആ രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷം. അപ്പൊ നീ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഞാൻ വരാം എന്ന് പറയുന്നത്. അപ്പൊ ദുര്യോധനാദികൾ ഗുരു സദസ്സിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ഭീഷ്മരും ദ്രോണരും നിശബ്ദരായതുകൊണ്ട് സ്വകർത്തവ്യം നിറവേറ്റരായിരുന്ന ആ ഗുരുജനങ്ങൾ ബദ്ധ്യരാണെന്നും കൃഷ്ണൻ പറയുന്നു. എന്തുകൊണ്ടാണ് അവര് വധിക്കപ്പെടേണ്ടവരാണ് എന്നടക്കം പറഞ്ഞു. കാരണം എത്ര വലിയ തെറ്റ് മുന്നിൽ കണ്ടിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന വളരെ മോറൽ ഒരു എന്താ പറയാ ഇൻസ്ട്രക്ഷൻ ആണ്. വലിയ തെറ്റുകൾ ചെയ്യുമ്പോൾ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അത് അനുഭവിക്കേണ്ടി വരും. അതിന് നിറവേറ്റാതിരുന്നാൽ ആ ഗുരുജനങ്ങളാണ്. ആ ഗുരുജനങ്ങൾ തെറ്റ് ചെയ്തു. അപ്പൊ ഗുരുവിനെ വധിക്കാൻ പറ്റില്ല. നമ്മളിതിൽ പറയുന്നുണ്ട്, ഗുരുവിന്റെ ഡയറക്ഷനിൽ പോയിട്ടില്ലെങ്കിൽ ഗുരുവിനെ നമുക്ക് മാറ്റാം. ഇത്ര ഓപ്പൺ ആയിട്ടാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു ഗുരുവിനെ സ്വീകരിച്ചു, ആ ഗുരു അത് നമ്മളെ ഡയറക്ഷൻ, അതായത് ആ ആചാര്യ പരമ്പര തെറ്റിക്കുക, അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള രീതികൾ തെറ്റിക്കുക. അയ്യോ ഗുരു അല്ലേ, ഗുരു ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന്റെ ശിക്ഷ കിട്ടില്ല, അത് നമ്മൾ ചിന്തിക്കണ്ട. അതാണ് ഈ കറക്റ്റ് ലൈൻ. ഭഗവാൻ തന്നെ പറഞ്ഞത് അതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മാറാം, നമുക്ക് ഗുരുവിനെ തന്നെ ഉപേക്ഷിക്കാം നമുക്ക്. അപ്പൊ അതിൽ പറഞ്ഞത്, അപ്പൊ ഒരു ഭക്തൻ വിശ്വരൂപ ദർശനത്തിൽ താല്പര്യമില്ല, അതിൽ ഒരാൾ പ്രേമഭാവനകൾ കൈമാറാൻ സഹായകമല്ല. അപ്പൊ ശരിക്കും ഒരു ഭക്തന്റെ അവസ്ഥയിൽ വരുമ്പോ ഭക്തന് ഒരിക്കലും എന്താണ് വിശ്വരൂപത്തൊന്നും പ്രേമം കൈമാറ്റം ചെയ്യണമെങ്കിൽ എന്താണ് വിശ്വരൂപത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? അത് സാധാരണ നമ്മളെ പോലുള്ള രൂപം തന്നെ ആയിരിക്കണം. അതാണ് ഭക്തൻ നമ്മളെ പോലുള്ള രൂപം തന്നെ ആഗ്രഹിക്കുന്നത്. അതായത് ഭഗവാന്റെ സാമസുന്ദര രൂപത്തിലെ ആ പ്രേമബന്ധനം നടക്കുള്ളൂ എന്നാ പറയുന്നത്. അടുത്ത ശ്ലോകം, സഞ്ജയുവാച സഞ്ജയുവാച ഇദാർജുനം വാസുദേവസ്തദോക്താ സ്വകം രൂപദർശനയമാസ ഭൂയ ആശ്വാസയമാസ ച ഭീതിമേനം ഭൂതോ പുനഃ സൗമ്യ ബഹുർമഹാത്മാ. സഞ്ജയ് ധൃതരാഷ്ട്രരോട് പറഞ്ഞു, ഇങ്ങനെ അർജുനൻ പറഞ്ഞിട്ട് പരമദിവോത്താന പുരുഷൻ തന്റെ യഥാർത്ഥ ചതുർഭുജ രൂപം കാണിച്ചു. പിന്നീട് ഭീതിജ്ഞാനിയിരുന്ന അർജുനൻ ധൈര്യം വരുത്തുന്നതിനായി ഇരു കൈകളോടും കൂടിയ തന്റെ സാധാരണ രൂപം കൈകൊള്ളുകയും ചെയ്തു. അപ്പൊ ഭഗവാന്റെ സാധാരണ രൂപം എന്ന് പറഞ്ഞത് എന്താണ്? ദുഭുജാണ്, അതായത് സാമസുന്ദര രൂപം. അത് ലാസ്റ്റ് ഭഗവാൻ കൈക്കൊള്ളുകയും ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഭഗവാനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം പറയുന്നത് എന്താണ്? കൃഷ്ണൻ ദേവകി വാസുദേവരുടെ പുത്രനെ ആദ്യം അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ചതുർഭുജനായ നാരായണ രൂപത്തിലാണ്. നാരായണ രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. ആരെടുത്ത്? ദേവകിനും വാസുദേവരുടെ അടുത്ത്. പിന്നെ മാതാപിതാക്കളുടെ അപേക്ഷ അനുസരിച്ച് ഒരു സാധാരണ മനുഷ്യ ശിശുവിന്റെ രൂപം കൈക്കൊണ്ടു.
നമുക്ക് രണ്ടാമത്തെ കാര്യം മാത്രമേ അറിയുള്ളൂ, മുന്നാമത്തെ കാര്യം നമുക്കറിയില്ല അല്ലേ. ദേവകിയും വാസുദേവനും മകനായിട്ട് ജനിച്ചു, പക്ഷെ അതിന് മുന്നത്തെ ഒരു ഹിസ്റ്ററിയും കൂടി ഉണ്ട്. അതെന്താണ്? അവരെ മുന്നില് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ചതുർഭുജ രൂപമായിട്ടുള്ള നാരായണ രൂപത്തിലായിരുന്നു എന്നാ പറയുന്നത്. പിന്നെ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രോഗനിയന്താവായ അദ്ദേഹം ഭക്തന അർജുനന്റെ ഭയം ശമിച്ച് വീണ്ടും തന്റെ അത്യന്ത സുന്ദരമായ കൃഷ്ണരൂപം കാണിച്ചു കൊടുത്തു. ആ കാണിക്കണമെങ്കിൽ എങ്ങനെ വരണം? പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനെ എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. ബ്രഹ്മസംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് ഭഗവാനെ അർപ്പിക്കണാണ്, പ്രാർത്ഥനയാണ്. പ്രേമത്തിന്റെ അഞ്ജനമെഴുതിയ കണ്ണുകൾക്ക് മാത്രമേ സുന്ദരമായ ശ്രീകൃഷ്ണ രൂപം കാണാൻ കഴിയുള്ളൂ. അതാണ് ലൈൻ. പ്രേമത്തിന്റെ അഞ്ജനമെഴുതിയ കണ്ണുകൾക്ക് മാത്രമേ സുന്ദരമായ ശ്രീകൃഷ്ണ രൂപം കാണാൻ കഴിയുള്ളൂ. അത്രയും ഭക്തി നമ്മൾ ഉയരണം, എന്നാലേ ഭഗവാന്റെ സുന്ദര രൂപം നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം. അർജുന ഉവാച ദൃഷ്ടം മനുഷ്യരൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനിമസ്തി സംവൃദ്ധ സചേത പ്രകൃതിം ഗത. ഇങ്ങനെ കൃഷ്ണൻ സ്വന്തം രൂപത്തിൽ കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ജനാർദ്ദന, അങ്ങയുടെ അത്യന്ത സുന്ദരമായി ഈ മനുഷ്യ ആകാരം കണ്ടിട്ട് ഞാനിപ്പോൾ മുൻമട്ടിലായി, എന്റെ മനസ്സിൽ ശാന്തമായി. അപ്പൊ എന്താണ് മുൻ പറഞ്ഞ, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞ, ഇങ്ങനെ സ്വന്തം രൂപത്തിൽ കണ്ടപ്പോൾ. അപ്പൊ സ്വന്തം രൂപം എന്ന് പറഞ്ഞത് മനുഷ്യന്റെ രൂപമാണ്. ഇതടക്കം നമുക്ക് ഇതിന്ന് മനസ്സിലാവണം. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ അർജുനൻ സമാധാനമായി. അപ്പൊ ഇത്രയും ഇതിൽ പ്രഭാസ്വാമി പറയുന്നതാണ് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ. മൂഢന്മാരായ ഭാഷകന്മാരുടെ ദീപനാളങ്ങൾ ഇവയ്ക്ക് ആവശ്യമില്ല. ഭഗവാൻ പറഞ്ഞ അതേപോലെ തന്നെ സംസ്കൃതം ചേഞ്ച് ചെയ്താൽ മാത്രം മതി, അതിൽ കൂടെ കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ നിൽക്കണ്ട എന്നാ പറയുന്നത്. എത്ര ശ്ലോകമുണ്ട്? 3 ശ്ലോകങ്ങളുണ്ട്. തീർക്കട്ടെ എന്ന് അധ്യായം 4 ശ്ലോകങ്ങളുണ്ട്. തീരുമല്ലോ. തീർത്തോട്ടെ. ഓക്കെ. ശ്രീ ഭഗവാൻ വാച ഡിസ്റ്റർബ് ആവും. 55 ശ്ലോകം. ശ്രീ ഭഗവാനുവാച സുദർശമിമം രൂപം ദൃഷ്ടവാനസി യന്മമാദേവപ്സസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. ഭഗവാൻ പറഞ്ഞു, പ്രിയാർജുന, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ രൂപം കാണാൻ ഏറെ പ്രയാസമുള്ളതാണ്. ദേവന്മാർക്ക് പോലും പ്രിയതരമായി ഈ രൂപത്തെ കാണാൻ അവസരം പാർത്തു കഴിയുന്നു. അപ്പൊ അൾട്ടിമേറ്റ് ഭഗവാൻ പറഞ്ഞാണ്, ഈ രൂപം എന്ന് പറയുന്നത്, എന്റെ രൂപം അങ്ങനെ എളുപ്പം എല്ലാവർക്കും കാണാൻ കഴിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ജാനാന്തി മാമൂഢം തനുമാശ്രിതം, തന്നെ അപഹസിക്കുന്ന മൂഢന്മാർക്ക് കൃഷ്ണൻ ഇഷ്ടനല്ല. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇതിലൊരു സംശയം ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം, നാളെ എനിക്ക് ആൻസർ ചെയ്ത് തന്നാൽ മതി. ചോദ്യം ഇതുള്ളൂ. അപ്പോ ഈ രൂപം അർജുനൻ മാത്രമാണോ കാണുന്നത്? ഭഗവാന്റെ ശ്യാമസുന്ദര രൂപം ദുര്യോധനൻ കാണുന്നില്ലേ? മറ്റാരും കാണുന്നില്ലേ? അവിടെ ഉള്ളവർ ആരും കാണുന്നുണ്ടാ? ബാക്കിയുള്ളവർ കാണുന്നുണ്ടില്ലേ? ദുര്യോധനൻ കാണുന്നില്ലേ? ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്റെ ചോദ്യത്തിലോട്, അർജുന, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ രൂപം കാണുവാൻ ഏറെ പ്രയാസമുള്ളതാണ്. ദേവന്മാർക്ക് പോലും പ്രിയതരമായ രൂപത്തെ കാണുവാൻ അവസരം പാർത്തു കഴിയുന്നു എന്നാ പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. അപ്പോൾ കൗരവരും പാണ്ഡവരായിട്ട് യുദ്ധത്തില് ഭഗവാന്റെ രൂപം തന്നെയല്ലേ ഭഗവാന്റെ രൂപത്തിലുള്ളത്? അപ്പൊ മറ്റുള്ളവർ കാണുന്നില്ലേ? ഇല്ല, കാണില്ല, അവരുടെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് നാളെ പറഞ്ഞാൽ മതി. ഹരേകൃഷ്ണ, പലരും പല ഹരേകൃഷ്ണ പ്രഭുജി സഞ്ജയൻ കാണുന്നുണ്ടാവും. സഞ്ജയനൊക്കെ ഞാൻ ചോദിച്ചതിന്റെ കറക്റ്റ് ആൻസർ, ഞാൻ ദുര്യോധനാണെന്ന് വിചാരിക്കും. ദുര്യോധനൻ ഭഗവാനോട് സംസാരിക്കണൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഭഗവാന്റെ രൂപം കാണില്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതിന്റെ ആൻസർ എനിക്ക് നാളെ പറഞ്ഞു തന്നാൽ മതി. ഹരേകൃഷ്ണ. അപ്പൊ അവജാനന്തി മാമൂഢം മനുഷ്യം തനുമാശ്രിതം, ആൻസർ കിട്ടിക്കഴിഞ്ഞു. തന്നെ അപഹസിക്കുന്ന മൂഢന്മാർക്ക് കൃഷ്ണൻ ദൃശ്യനല്ല. ഭഗവാനെ കുറിച്ച് ഭൗതിക നിഗമനം പ്രഭാവശാലി ആണെങ്കിലും കൃഷ്ണൻ ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ബൗദ്ധ ദൃഷ്ടിയിൽ പരമസത്യം നിർഗുണനാണ്.
ഭഗവാനെ കുറിച്ചുള്ള ഊഹാഭോഹം കൃഷ്ണനേക്കാൾ വിശ്വരൂപത്തിൽ ജ്ഞാനാന്വേഷികൾക്ക് പ്രാധാന്യം നൽകുന്നു. അപ്പൊ ജ്ഞാനാന്വേഷികൾക്ക്, ജ്ഞാനത്തെ അന്വേഷിക്കുന്നവർക്ക് ഭഗവാന്റെ ശാശ്വതമായ രൂപമല്ല അവർക്ക് ഇഷ്ടം. അവർക്ക് ഇഷ്ടം എന്താണ്? ഭഗവാന്റെ വിശ്വരൂപത്തെയാണ് ഇഷ്ടപ്പെടുന്നത് പറയുന്നത്. അടുത്ത ശ്ലോകം. നാഹം വൈദിർന തപസ്യ നാദാനേന സഖ്യം ഏവം വിധം ദൃഷ്ടം ദൃഷ്ടവാനസി മാം യഥാ. അതീന്ദ്ര ദൃഷ്ടിയിൽ നീ കാണുന്ന ഈ രൂപം വേദധ്യാനം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ദാനയജ്ഞാദികൾ കൊണ്ടോ കൈവരിക്കുന്നതിൽ അവയൊന്നും കൊണ്ടുമല്ല എന്റെ യഥാർത്ഥ രൂപം ഒരാൾക്ക് പ്രത്യക്ഷമാകുന്നത്. വീണ്ടും പറയുന്നതാണ്, ഇതാർക്കും അങ്ങനെ പാണ്ഡിത്യം കൊണ്ടോ വൈദ്യസാഹിത്യ പഠനം കൊണ്ടൊന്നും എന്റെ രൂപം കാണാൻ കഴിയില്ല എന്ന് പറയും. ഭക്തിപൂർവ്വ സേവനം കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം. ഭക്തി ത്വനന്യയശൈക്യ അഹമേ വിധം അർജുന ജ്ഞാതം ദൃഷ്ടം ച തത്വന പ്രവിഷ്ടം ച പരന്തഭ. പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എന്നെ നിഗൂഢയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഈ മാർഗത്തിൽ കൂടെ ഇപ്പൊ എന്താണ്? ഭക്തിയിൽ കൂടെ, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ, ഭക്തിയിൽ കൂടി മാത്രമേ എന്നെ ഈ രൂപത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ വേറെ രീതി പറഞ്ഞ അർജുനൻ കാണുന്ന രൂപത്തിലല്ല മറ്റുള്ളവർ കാണുന്നത്. അതാണ് വ്യത്യാസം. അപ്പൊ ഇതിൽ പറയുന്നത് ഊഹാബോഹ പ്രക്രിയ കൊണ്ട് ഭൗതികം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അധികാരത്വമില്ലാത്ത വ്യാഖ്യാതികൾ വൃഥാ സമയം പാഴാക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നലും പറഞ്ഞല്ലേ, നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ശരിക്കും ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് കാരണം യഥാരൂപത്തിന്റെ പ്രതി ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേറെ ഇതിൽ നിന്നൊന്നും പഠിക്കാനില്ല. ഭക്തിയാണ് നമുക്ക് ആവശ്യം. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഭക്തിപരമായി തന്നെ നമ്മൾ മനസ്സിലാക്കാം. അല്ലാതെ അതിൽ കുറച്ച് കൂട്ടലും കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ വിശ്വരൂപത്തെ ഭൗതിക ലോകമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ അതുണ്ട് ഇതുണ്ട് അങ്ങനെ ഡെറിവ് ചെയ്ത് ഇതൊന്നിന്റെ ഒന്നും ആവശ്യമില്ല. ഭഗവാന്റെ വിശ്വരൂപം ഭഗവാൻ കാണിച്ചു, ഫിനിഷ്. അതാണ് പറഞ്ഞത്. അങ്ങനെ സമയം പാഴാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ നമുക്ക് വില പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തോ ന്യൂക്ലിയർ ഫിസിക്സ് ഉണ്ട്, വേറെ പല കാര്യങ്ങളുണ്ട്, അത് പോയി പഠിക്കാം അല്ലെ. അത് വേറെ സബ്ജക്റ്റാണ്, ഇത് വേറെ സബ്ജക്ട്. ഇത് അതൊന്നും മിസ് ചെയ്യരുത്. വളരെ സിമ്പിൾ ആണ്. കൃഷ്ണനെ കുറിച്ച് അറിയേണ്ടവർ വൈദിക ഗ്രന്ഥങ്ങൾക്ക് ആധികാരിക നിബന്ധനകളെ അനുസരിക്കണം. തദനുസൃതം തപസ്സനുഷ്ഠിക്കണം. അപ്പൊ നമ്മൾ ഗുരു സാധു ശാസ്ത്രം ഇത് വളരെ സിമ്പിൾ ആണ്. ഇതേപോലെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട്. എന്നാലേ ഭഗവാനെ പറ്റി നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വീണ്ടും പറഞ്ഞാണ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഇത് നമ്മളെ അവസ്ഥയിലേക്ക് വരണം. സച്ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനാണ് പരമപുരുഷൻ. എല്ലാത്തിനും ആദിയെ അദ്ദേഹം അനാദിയും ഏതൊരു കാരണത്തിന്റെ കാരണമാണ്. ഇത് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരണം. നമ്മൾ അത് പെട്ടെന്ന് പറ്റില്ല. അതാണ് കുഴപ്പം. പിന്നെ 55-ാമത്തെ ശ്ലോകം. മത്കർമ്മ മത്പരമോ മദ്ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യാസമാമേതി പാണ്ഡവ. പ്രിയ അർജുന, എന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെ ഊഹഭോഗങ്ങളായ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന എന്നെ ജീവിതത്തിൽ പരമലക്ഷ്യമായി കരുതിയും സർവ്വഭൂതങ്ങളുടെ സുഹൃത്ത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നിൽ തന്നെ പ്രാപിക്കും. വീണ്ടും പറയുന്നത് അശുദ്ധമായ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെ. ഊഹാഭോഗങ്ങളില് നിൽക്കരുത്. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എത്തൂല. അപ്പൊ വീണ്ടും പറയാണ്, മനുഷ്യരാശിക്ക് ഒരു അനുഗ്രഹമാണ് കൃഷ്ണാവബോധം. ഗുരുവിനും കൃഷ്ണനിലും അചഞ്ചലമായ വിശ്വാസമുള്ളവനും അങ്ങനെയുള്ള ഗുരുവിനാൽ നയിക്കപ്പെട്ടിട്ട് ഒരാൾക്ക് പരമദിവ്യാത്മ പുരുഷന്റെ ദർശനം ഉണ്ടാവും. സേതോ ഉപനിഷത്തിൽ പറയുന്നതാണ്. കാരണം എന്താണ്, ഉപനിഷത്ത് ഉണ്ട്. നമുക്ക് 108 ഉപനിഷത്ത് എന്താ അറിയാം. അതിൽ പല ഇമ്പോർട്ടൻസ് ഉപനിഷത്തിൽ ഒന്നാണ് സേതോ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ. അതിലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അചഞ്ചലമായിട്ടുള്ള ഭക്തി ആരോടും ഗുരുവിനോടും ഭഗവാനിലും ഉണ്ടായിരിക്കണം. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ട് നമ്മളിൽ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതി ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണ കാരണം ആ പോയിന്റ് നമ്മൾ നോക്കണം. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. ആ കാരണങ്ങൾക്ക് കാരണം ആരാണ്? അത് ഭഗവാൻ എന്നുള്ള അടിയുറച്ച വിശ്വാസം നമ്മളിലേക്ക് വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്താണ് ഭഗവാന്റെ ദർശനം ഉണ്ടാവുക. ആ അവസ്ഥ അതാണ് സേതോ ഉപനിഷത്തിലും പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്. രേഷ നമുക്ക് നിർത്താം. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതില് മെയിനായിട്ട് ഭഗവാന്റെ വർണ്ണനകൾ തന്നെയാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റ് എത്തിയപ്പോൾ ഭഗവാൻ ഇതിൽ ലാസ്റ്റ് സമ്മതി എന്നുള്ള പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഭഗവാൻ വിശ്വത്തിൽ എങ്ങനെയാണ് വ്യാപിച്ചിരിക്കുന്നത്, അതാണ് വിശ്വരൂപം. അത് ആത്മീയ രൂപമല്ല. ആത്മീയ രൂപം വരുമ്പോ നാരായണ രൂപമാണ്, ചതുർഭുജ രൂപമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ലാസ്റ്റ് എന്ത് ചെയ്ത്
വീണ്ടും ഭഗവാന്റെ ആത്മീയ രൂപം തന്നെയാണ് നമ്മൾ കാണുന്ന ചതുർഭുജ രൂപം. അത് അർജുനൻ കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ അർജുനന് അത് മതി. ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാന്റെ ദ്വിഭുജ രൂപം, അതായത് ശ്യാമസുന്ദര രൂപമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതാണ് ഫൈനല്. അത് ഭഗവാൻ പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ വിശ്വരൂപത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബുക്ക് വായിക്കണം കേട്ടോ എല്ലാവരും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ പോയിന്റ്സുകൾ നമുക്ക് കവർ ചെയ്യാൻ പോകണമെങ്കിൽ അപ്പൊ ഇതിന്റെ എല്ലാ സ്ലൈഡിലും എല്ലാ പോയിന്റ്സ് ഇടാൻ പറ്റില്ല. അപ്പൊ ഇതിലും കുറച്ച് പോയിന്റ്സ് ഇട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പൊ അതിലെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉള്ള പോയിന്റ് അല്ലെങ്കിൽ ഡൗട്ട് ഉള്ള പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അപ്പൊ നമ്മൾ നോക്കിയിട്ട് അതൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും അത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. കൃഷ്ണ. നാമജപമൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തില്ലേ? ഹരേഷ്ണ. കോമള മാതാജി എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോമള മാതാജി എത്ര പ്രാവശ്യം ചെല്ലുന്നുണ്ട്? ഞാനും ദിവസം 3 പ്രാവശ്യം എനിക്ക് ജപിക്കാൻ പറ്റുന്നുള്ളൂ. അതെ. ഹരേഷ്ണ. ഒരു 4ലേക്ക് എത്തിക്കും മാതാജി. ഒരു റൗണ്ട് ഓഫ് ചെയ്യാം നമ്മള്. ഭഗവാന്റെ അടുത്തേക്ക് എപ്പോഴും റൗണ്ട് ഓഫ് ചെയ്യണം. പിന്നെ 4ലേക്ക് എത്തിക്കും. 4ന്റെ പ്രത്യേകത അറിയാം? ഇല്ല, 4ന്റെ പ്രത്യേകത അറിയില്ല. 4 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടും നമുക്ക്. മിനിമം 4 പറയണത്. ഭഗവാന് കിട്ടിയില്ലെങ്കിലും മനസ്സമാധാനം നമുക്ക് പതുക്കെ സ്റ്റാർട്ടാവും. നമുക്ക് ഭൗതികമായ ആക്ടിവിറ്റി, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലോട് വലിയ ഒരു ആസക്തി കുറയും 4 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ. അതിന് 4 ആദ്യം നമ്മൾ 2ന്ന് 4ലേക്ക് കടന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ചുറ്റുപാടും. പക്ഷെ നമുക്ക് അതിനോട് വലിയൊരു ഫീൽ ചെയ്യില്ല. ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും ഒരു ഡിറ്റാച്ച്മെന്റ് പതുക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താണ് ഈ അറ്റാച്ച്മെന്റ് ഉള്ള ആരോണ്ട് നമുക്ക് ദുഃഖങ്ങൾ വരുന്നത്, അതായത് മനസ്സമാധാനം ഇല്ലാതാവുന്നത്. അപ്പൊ അത് പതുക്കെ കിട്ടും. അതാണ് 4 ജപത്തിന്റെ പ്രത്യേകത. സമാധാനം എനിക്കിപ്പോ വൈകുന്നേരം 2 ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ രാവിലെ 2 കൊല്ലമുണ്ട്. ഞാൻ ജപിക്കുമ്പോ 3 പ്രാവശ്യം ജപിക്കണ്ടെങ്കിലും ബാക്കിയുള്ള സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ജപിച്ചുകൊണ്ടേയിരിക്കും. അത് മതി. ഹരേഷ്ണ. പിന്നെ രമേഷ് പ്രഭു എന്താ പറഞ്ഞത്? എല്ലാ ദിവസവും 2 മാല. 2 മാല. അത് 4 മാല ആക്കാം. അപ്പൊ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും. എല്ലാവർക്കും എന്താ വേണ്ടത്? എല്ലാരും ചോദിച്ചില്ല എന്താ വേണ്ടത്, ഭൗതിക ലോകത്തിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. എല്ലാവരും പറയാ മനസ്സമാധാനം വേണം. മനസ്സിലായി? അപ്പൊ മനസ്സമാധാനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് 4 പ്രാവശ്യം നാമജപം. അത് ചെയ്ത് കുറെ കാലം കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും പതുക്കെ. അതായത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ഭൗതികതയായിട്ട് ഡിറ്റാച്ച്മെന്റ്, അതായത് അതിനോട് ഒരു ഉൾവലിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും പിന്നെ അടുത്ത 1 കിട്ടിയാൽ 10 മതി എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് പതുക്കെ വലിയാൻ തുടങ്ങും. അതാണ് 4 പ്രാവശ്യം നാമജപം സ്റ്റാർട്ട് ചെയ്യും. 4, പിന്നെ നമ്മൾ 8, പിന്നെ 16. 8 ഞാൻ ദിവസവും 6 മണി തൊട്ട് 7 മണി വരയ്ക്കും ജപിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ 8 മാലയുടെ പ്രത്യേകത ഉണ്ട്. അത് 4 മാല കഴിയിട്ട് എന്നിട്ട് ഞാൻ 8 മാലയുടെ പ്രത്യേകത പറഞ്ഞു. എല്ലാവരും 4 മാലയ്ക്ക് വായും, എന്നിട്ട് 8ന്റെ പറഞ്ഞുതരാം, എന്നിട്ട് 16ന്റെ പറഞ്ഞുതരാം. ഏകാദശി 8 മാല ജപിച്ചു. ഹരേഷ്ണ. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ടുള്ള ദിവസങ്ങളിൽ 8 മാല ജപിക്കാൻ നോക്കാം. അങ്ങനെ ചെയ്യാം നമ്മള്. ബാബുപ്രഭു തുടങ്ങിയ? ബാബുപ്രഭു സ്റ്റാർട്ട് ചെയ്താ? രാവിലെ 2. പ്രഭുജി, ഞാൻ ഒരു മാല ചെല്ലുന്നുണ്ട്. പിന്നെ ഒരു 15-20 മിനിറ്റ് ട്രാവൽ ഉണ്ട്. ആ ഫുൾ ടൈം നാമം ചൊല്ലിക്കൊണ്ടാണ് വരുന്നത്. അത് എണ്ണാൻ പറ്റാറില്ല. ഓക്കെ. ഹരേഷ്ണ. എന്നാലും കാലത്ത് ഒരു 2, വൈകിട്ട് 2 ആക്ക്. അപ്പൊ നമുക്കൊരു ടൈം കിട്ടും, 15 മിനിറ്റ്. രാത്രി ചെല്ലാൻ പാടുണ്ടോ പ്രഭുജി? ഏത് സമയത്തും ചൊല്ലാം, നോ ഇഷ്യൂ. ഏറ്റവും ബെറ്റർ കാലത്തൊന്ന് മാത്രമേ ഉള്ളൂ. കാലത്ത് ഏകാശിയുടെ എന്ന് പറയണ്ടായിരുന്നു. അതായത് മഹാവിഷ്ണുവിന്റെ മന്ത്രം രാത്രി ചെല്ലരുതെന്നാണോ ഉദ്ദേശിച്ചപ്പോ? അല്ല, മന്ത്രങ്ങള് രാത്രി ചൊല്ലരുതെന്ന് പറയണ്ടായിരുന്നു. അതാണ് മഹാമന്ത്രത്തിന്റെ പ്രത്യേകത. മറ്റു മന്ത്രങ്ങൾക്ക് അതിന്റെ സമയവും കാലങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു മന്ത്രം തെറ്റായിട്ടായിട്ടും ചൊല്ലാൻ പാടില്ല, നമുക്കറിയാതൊക്കെ മന്ത്രങ്ങളൊക്കെ. പക്ഷെ മഹാമന്ത്രത്തിന് മാത്രമാണ്, അതിന് നമുക്ക് എല്ലാവർക്കും പറ്റിയ ഒരു മന്ത്രം എന്ന് പറയുന്നത് മഹാമന്ത്രമാണ്. ഇത് ഹരേ രാമ ഹരേ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മന്ത്രം, എല്ലാവർക്കും പറ്റിയ മന്ത്രമാണ്. അത് എല്ലാവർക്കും ഏത് സമയത്തും ചൊല്ലാം.
ഭഗവാൻ അറിയാലോ നമ്മുടെ സ്വഭാവം എന്താണെന്ന്. മനസ്സിലായില്ലേ? അതെ അതെ. ഓരോ ടീച്ചേഴ്സിനെ അറിയാം ഏത് കുട്ടിക്ക് എന്ത് കൊടുക്കണം, എന്തൊക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് ആചാര്യന്മാര് പരമ്പരയിൽ വരും. അപ്പത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു തരും. ഞാൻ ആ ഏകാദശിയുടെ അന്ന് നെയ്വിളക്ക് കത്തിച്ചു, വിഷ്ണു മന്ത്രം ജപിച്ചു, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നതാണ് രാത്രി ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ടായി. അല്ലെങ്കിൽ ഞാൻ രാത്രി ചെല്ലാറുള്ളതാ. അതിന് പറഞ്ഞത് അതില് മഹാമന്ത്രത്തിന് മാത്രം ആ ഒരു പ്രത്യേകത ഇല്ല. ബാക്കി എല്ലാ മന്ത്രത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ദേവന്മാര് ഉപാസനകള് തെറ്റ് ചെയ്ത തന്നെ അതിന് പാശ്ചാത്തപം ഒക്കെ ചെയ്യണം. നമ്മൾ അതിന്റെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അല്ലെ? ഭഗവാന്റെ അടുത്ത് അതിന്റെ ആവശ്യമില്ല. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ഓക്കെ പ്രഭുജി, അടുത്തൊരു ചോദ്യം. അതായത് ഞാനിപ്പോ 5-ാം തീയതി ശബരിമലയ്ക്ക് പോവാണ്, വെള്ളിയാഴ്ച. അപ്പൊ ഞാൻ വീട്ടിൽ വെച്ച് നിറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മന്ത്രങ്ങള് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നതുണ്ടോ? ഇല്ല പ്രഭു, അത്